Oh
കരങ്ങളെ ചേർത്ത് പിടിച്ചാട്ടെ. അവൻ ഈ കാലാവസ്ഥകൾ അനേക കുടുംബങ്ങളെ അവൻ തുടർത്തിക്കളയുന്ന അനേക കുടുംബങ്ങളെ അവൻ പ്രതിസന്ധികളാക്കുന്ന ഈ കാലാവസ്ഥയ്ക്ക് സ്വർഗം അവൻ നല്ലൊരു ശമനം വരുത്തേണ്ടതിന് നമ്മുടെ കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക എന്നതിനാൽ അവൻ കുടുംബങ്ങളെ നല്ലൊരു ഉയർച്ചയിലേക്ക് വിടാറുണ്ട്. അന്ധകാര പോരികൾ ആത്മാവിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ നല്ലൊരു തകർക്കപ്പെടേണ്ടതിന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ അഭിഷേകമുള്ളവർ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് അവരുടെ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ നിങ്ങൾ വെട്ടി തുടങ്ങിയാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഓരോ കുടുംബങ്ങളെ പേര് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരെ സ്തോത്രം പറഞ്ഞുകൊണ്ട് അന്യഭാഷയിൽ കയറി ആത്മസാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് അവൻ ആ കുടുംബത്തോട് പോരാടുന്ന ബന്ധനങ്ങളെ ഇന്ന് രാത്രിക്കാലം ആത്മാവിൽ വെക്കണേ. ഇന്ന് രാത്രിക്കാലം ആത്മാവിൽ വെട്ടി പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിക്കാലം അവൻ ഹല്ലേലൂയ 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 യാനശാല കുടുംബമായി ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ നമ്മുടെ കുടുംബത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കുടുംബത്തെ ഹല്ലേലൂയ ആത്മസാന്നിധ്യം വെളിപ്പെടാതെ വേണ്ട. തലമുറയുടെ മേൽ ആത്മസാന്നിധ്യം വെളിപ്പെടാതെ വേണ്ട. അവൻ നന്മയിലേക്ക് കടത്തിവിടാതെ വേണ്ട. ആത്മസന്തോഷം അനുഭവിക്കാൻ കഴിയാതെ വേണ്ട. അവനെ തടയുന്ന ചില ദുഷ്ടന്റെ ആധിപത്യങ്ങൾ രാത്രിക്കാലം യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിൽ നിന്ന് ആ തലമുറയിൽ നിന്ന് രാത്രിക്കാലം ദൈവത്തിന്റെ ആത്മാവ് രാത്രിക്കാലം തന്നെ വെട്ടേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവ് തീയായി ഇറങ്ങട്ടെ. ദൈവത്തിന്റെ ആത്മാവ് തീയായി ഇറങ്ങട്ടെ. ദൈവത്തിന്റെ ആത്മാവ് തീയായി ഇറങ്ങട്ടെ. പ്രാർത്ഥിക്കാം. കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാട്ടെ. അവൻ അനുഗ്രഹിച്ച് സ്വതന്ത്രം ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ രാത്രികാലം അവയെ കുറിച്ചുവാനെ ഓർത്തുന്നത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ എന്ന ശിശുവിനെ പ്രാർത്ഥിക്കാം. കടത്തിവിടാതെ ഹല്ലേലൂയ ചില കൃപാവരങ്ങളെ തടയുന്ന
ഹല്ലേലൂയ. ചില നിയോഗങ്ങളെ തടയുന്ന ചില ദുഷ്ടരുടെ കോരികൾ ഇന്ന് രാത്രിക്കാലം യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറട്ടെ. ചില നിയോഗങ്ങളിലേക്ക് കയറി വരട്ടെ. ചില പുതിയ കൃപാവരങ്ങളിലേക്ക് കയറി വരട്ടെ. ചില വെളിപ്പാടിലേക്ക് കയറി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിക്കാലം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. രക്തത്താൽ ദയമെടുക്കുക. നിയോഗങ്ങളുടെ പ്രാർത്ഥന ഇന്ന് രാത്രിക്കാലം നടക്കുകയാണ്. ഒരു വിശാലത കാണാൻ കഴിയാതെ, അവൻ ഒരു ഉയർച്ച കാണാൻ കഴിയാതെ, അവൻ വെല്ലുവിളിച്ച് നിൽക്കുന്ന ചില ഭാരൂപിയ ചില പോരികൾ, ചില പോരാട്ടങ്ങൾ, ദേശാധിപതി ശക്തിയുടെ വെല്ലുവിളികൾ നാമത്തിൽ രാത്രിക്കാലം വെട്ടുകൊണ്ട് രാത്രിക്കാലം വീഴണം. വലിയ വിശാലതയിലേക്ക്, ആത്മീയമായ ഒരു വലിയ വിശാലതയിലേക്ക് ഉയർത്തേണ്ടതിന് രാത്രികാലം പ്രാർത്ഥിച്ചാൽ തന്റെ കുഞ്ഞുങ്ങളെ, തന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ മാതാവിനെ, തന്റെ പിതാവിനെ, അവൻ പ്രായത്തിലായിരിക്കുന്ന മാതാവിനെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. പലപ്പോഴും രോഗങ്ങൾ കൊണ്ടുവന്ന, പലപ്പോഴും പ്രതിസന്ധികൾ കൊണ്ടുവന്ന, പലപ്പോഴും രോഗികളാക്കി മാറ്റുന്ന, പലപ്പോഴും ആമേൻ ശക്തിപ്പെടാൻ കഴിയാതെ, പലപ്പോഴും ആത്മാവിന്റെ സാന്നിധ്യത്തിലേക്ക് കയറാൻ കഴിയാതെ, പലപ്പോഴും ശാരീരികമായി ബലപ്പെടുത്തുന്ന, അത് ബലഹീനമാക്കുന്ന ചില അന്ധകാര കോരികൾ യേശുവിന്റെ നാമത്തിൽ രാത്രി തീയായി മാറട്ടെ. അവർ ഒരുമിച്ച് കൂടുമ്പോൾ, അവർ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ആമേൻ അവർ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ തീ കഷ്ണമായി അവൻ ദൈവം ഓരോരുത്തരെ മാറ്റേണ്ടതിനാണ്. പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ വേദനകൾ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ആ കുടുംബത്തിൽ വെളിപ്പെട്ട് കാണേണ്ടത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആത്മീയ കാഴ്ചപ്പാടുകളെ ഓർക്കുന്ന പ്രാർത്ഥിക്കാം. ദൈവം കരം വിളിച്ച് അവൻ ഇതിനും അധികമായ അഭിഷേകത്തിൽ നിൽക്കേണ്ടതിന്, ഇതിനും അധികമായ തീയായി മാറ്റേണ്ടതിന് ഇന്ന് രാത്രി ആത്മാവിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. അവൻ ചില കുടിയിരിപ്പുകൾ, ചില പാരമ്പര്യ ശക്തികൾ, അവൻ അതിനെതിരായി പോരാടുന്ന, അതിനെതിരായി വെല്ലുവിളിക്കുന്ന ചില പാരമ്പര്യ പോരികൾ ഇന്ന് രാത്രിക്കാലം തകർന്നു മാറട്ടെ. വിശാലത സ്വർഗം മാറ്റേണ്ടതിനാണ്. ആത്മീയപരമായി, അത് ഭൗതികപരമായി എല്ലാ മേഖലയിലും ഒരു വിശാലതകൾക്ക് കൊണ്ടുവരേണ്ടതിനാണ്. രാത്രിക്കാലം പ്രിയപ്പെട്ട ഭവനത്തെ ഓർക്കുക, പ്രിയപ്പെട്ടവരെ ഓർക്കുക, തന്റെ തലമുറകളെ ഓർക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കട്ടെ. രാത്രിക്കാലം പ്രാർത്ഥിക്കാം. ഒരുമിച്ച് രാത്രിക്കാലം അവൻ വെറുതെ പോയതല്ല. ഒരു വലിയ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടുകൊണ്ട്, ഒരു ദൈവത്തിന്റെ വിടുതലുകൾ അനുഭവിച്ചുകൊണ്ട്, ഒരു ദൈവത്തിന്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് ഇതിനകത്തങ്ങൾ മടങ്ങിപ്പോകാം. സ്വർഗത്തിൽ ദൈവം പ്രിയപ്പെട്ടവരെ സഹായിക്കേണ്ടതിന്, ആ കുഞ്ഞുങ്ങളെ സഹായിക്കേണ്ടതിന് അവൻ തന്റെ പ്രിയ ഹടൽ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളോ, എല്ലാ പ്രശ്നങ്ങളോ അവൻ താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്, ചില സാമ്പത്തികമായ വിഷയങ്ങളുണ്ട്. ഇന്ന് രാത്രിക്കാലം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിന്റെ മധ്യേ പ്രവർത്തിക്കേണ്ടതിന്, അതിന്റെ മധ്യേ ഫലം പ്രവർത്തിക്കേണ്ടതിന് ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ കുടുംബത്തെ കുറിച്ച് പ്രാർത്ഥിച്ചാണ്. നിരാശകൾ മാറട്ടെ. ആത്മാവിന്റെ തീ ഭാരതീയ കാലിൽ കത്തട്ടെ. ആത്മാവിന്റെ തീ കത്തട്ടെ. പ്രാർത്ഥിച്ചിട്ടോ കരഞ്ഞിട്ടോ മുൻപോട്ട് കയറി വരാൻ കഴിയാതെ, തന്റെ കുടുംബത്തിൽ ഒരു ദൈവകൃതി കാണാൻ കഴിയാതെ അവൻ ഭാരപ്പെട്ടിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഇന്ന് രാത്രി കാലം ആ കുടുംബത്തെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചാട്ടെ. ദൈവപ്രവൃത്തിക്കായി, ഒരു ദൈവിക സന്തോഷത്തിനായി രാത്രികാലം
പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ ഹല്ലേലൂയ. ജനിക്കുന്ന ആത്മീയത്തെ ജനിക്കുന്ന ആമേൻ ഹല്ലേലൂയ. പുതിയമാകുന്ന ആവശ്യങ്ങളെ ജനിക്കുന്ന ആമേൻ ചില അന്ധകാര പോരികൾ ഇന്ന് രാത്രിക്കാലം തകർന്നു മാറട്ടെ. മണിക്കൂറോടെക്കേണ്ടതിനോ നല്ലൊരു ഭാവി കത്ത് ഒരുക്കി കൊടുക്കേണ്ടതിനോ അവരുടെ വിലകികളെ മാറ്റേണ്ടതിനോ ദൈവത്തിന്റെ കരമവളിന്റെ കാല ചലിക്കേണ്ടതിനോ ഒരു അഭിഷേകത്തിന്റെ ശക്തിയോടെ അവർ എഴുന്നേൽക്കേണ്ടതിനോ യേശുവിന്റെ നാമത്തിൽ തന്റെ കുടുംബത്തിന് നേരെ അവൻ തന്റെ ഹല്ലേലൂയ സഹോദരങ്ങൾക്ക് നേരെ അവൻ തന്റെ പ്രാർത്ഥനാ ജീവിതത്തിന് നേരെ അന്ധകാര പോരിനെ ആത്മാവിൽ പോരാടി ജയിക്കാൻ ഇന്ന് രാത്രികാലം അഭിഷേകത്തിന്റെ ശക്തി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വലിയ വേദനകൾ ദിവസങ്ങൾ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. വൻമതിലുകൾക്ക് രാത്രികാലം സമഭൂമിയായി മാറുന്നതിന് വെല്ലുവിളിച്ചു നിൽക്കുന്ന ശക്തികൾ ശക്തികൾ ഇന്ന് രാത്രികാലം ആത്മാവിൽ തകർന്നു മാറാം. മറുപടി കാണേണ്ടതിന് കുടുംബമായി ദൈവത്തിന്റെ കരവും കാവലും കൂടിയിരിക്കേണ്ടതിന് ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. അടുത്ത ദിവസങ്ങളിൽ തന്നെ മുൻപിലില്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ ദൈവത്തിന്റെ മാതൃകകൾ വേണ്ടി തുറക്കേണ്ടതാ. ദൈവത്തിന്റെ കാര്യങ്ങൾ വേണ്ടി പ്രവർത്തിക്കേണ്ടതാ. ഇത് രാത്രി നാമത്തിൽ ആത്മാർത്ഥതയോട് പ്രാർത്ഥിച്ചാട്ടെ. തടസ്സമായി നിൽക്കുന്ന വെല്ലുവിളിച്ച് നിൽക്കുന്ന അന്ധകാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ രാത്രികാലം പറയട്ടെ. അടുത്ത ദിവസങ്ങളിൽ നല്ല വാർത്ത കേൾക്കാൻ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തുവെന്ന നല്ല വാർത്ത കേൾക്കേണ്ടത് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ായിരിക്കുന്നല്ലോ നമ്മുടെ പ്രാർത്ഥന ആരോഗ്യത്തിന് വലിയ സന്തോഷത്തിന്റെ ഭാഗമായി മാറട്ടെ. ദൈവത്തിന്റെ ഒരുമിച്ച് നേരിടുന്ന വിഷയങ്ങളെ മാതാവിന്റെ പൂർണ്ണ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കാര്യം ആ കുടുംബത്തിൽ വെളിപ്പെടേണ്ടത് പ്രാർത്ഥിക്കാം. തലമുറകളെ വഹിച്ചു പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ മേൽ വെളിപ്പെടട്ടെ. നമ്മുടെ ദേശത്തെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ പ്രാർത്ഥിച്ച കുടുംബങ്ങളെ വഹിച്ച് പ്രാർത്ഥിക്കാം. പ്രയാസങ്ങളിൽ ആയിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാം. ഭാരപ്പെടുന്നവർക്ക് പ്രാർത്ഥിക്കാം. തലമുറകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനമില്ലാതെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നടക്കുന്ന പ്രാർത്ഥന ഈ ദേശത്തെ ചുറ്റുവട്ടങ്ങളിലുള്ള എല്ലാ
അനുഗ്രഹത്തിന് കാരണമായി മാറേണ്ടതാണ്. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. രണ്ടുപേർ ഐക്യമത്യപ്പെട്ടുകൊണ്ട് എന്നെ യാചിച്ചാൽ അനുഗ്രഹിക്കപ്പെടാമെന്ന് വാക്കുവന്ന ദൈവമേ, നമ്മുടെ ചുറ്റുവട്ടങ്ങളെ വഹിച്ച്, നമ്മുടെ രാജ്യത്തെ വഹിച്ച്, നമ്മുടെ സംസ്ഥാനത്തെ വഹിച്ച്, നമ്മുടെ വില്ലേജ്, നമ്മുടെ പഞ്ചായത്ത് ആമീനൊക്കെയും വഹിച്ച്, നമ്മുടെ ഈ കാലാവസ്ഥകളെ വഹിച്ച് അവരൊക്കെ ഒരുമിച്ച് നമ്മൾ വീണ്ടും ഒരു വാക്കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ഞാനതെ ഓർത്ത് അവൻ ചുരുക്കവാദികളിൽ പ്രാർത്ഥിക്കുക. ഐക്യതയോടെ ഓരോരുത്തരെയും
സമയങ്ങൾ നമ്മുടെ മുൻപിലില്ലാത്തതുകൊണ്ട് ആമീൻ ദൈവവചനത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ആമീൻ. ആദ്യമായി ഹല്ലേലൂയ. ആമീൻ. 15 മിനിറ്റോളം ആമീൻ വിശ്വചാൻ മുമ്പോട്ട് കടന്നു വരും. ആമീൻ. ദൈവവചനം ആമീൻ. അതിനുശേഷം ആമീൻ. ഹല്ലേലൂയ. അതിനുശേഷം ആമീൻ അതിന് ബാക്കിയുള്ള സമയങ്ങൾ ആമീൻ പ്രിൻസുമോൻ ആമീൻ ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കും. അത് ആമീൻ നമ്മൾ ആമീൻ വളരെ ആമീൻ ആഗ്രഹത്തോടെ ശ്രദ്ധയോടെ ഇന്ന് രാത്രികാലം ആരും സംസാരിക്കുന്നതല്ല, ദൈവത്തിന്റെ ജീവനും ചൈതന്യം തരുന്ന വചനമാണ് ഇന്ന് രാത്രികാലങ്ങളുടെ ആമീൻ കൈമാറുന്നത്. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി മാറും. ഇന്ന് രാത്രികാലം അത് ആമീൻ ഏറ്റെടുത്തുകൊണ്ട് ആമീൻ സന്തോഷത്തോടെ മടങ്ങിപ്പോകാൻ നമ്മളെ സഹായിക്കേണ്ടതിന് ആദ്യമായി വിശ്വസാനെ മുൻപോട്ട് ക്ഷണിക്കുക. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രികളിലും മറ്റു പ്രാർത്ഥിച്ചു തുടങ്ങിയ ഐക്യപ്പെട്ടായുള്ള പ്രാർത്ഥന ഈ ദേശത്ത് കുടിയുടെ ദൈവം അവിടുന്ന് അനുകരിക്കാനായി ദൈവത്തെ അതിമായി നമ്മുടെ ഐക്യപ്പെട്ടായുടെ സ്വത്രം നിയന്ത്രിക്കുന്ന പ്രിയ സ്വത്രം ജോസ് ദൈവാസൻ തൻ്റെ ദൈവാസി കുഞ്ഞുങ്ങൾ ഭവനം സ്വത്രം ഇവിടെ ദേശത്ത് പാസ്റ്റർ ദൈവത്തിൻ്റെ പേരോടായിരിക്കുന്ന പ്രിയ ദേവദാസൻ തൻ്റെ മോൻ ദേവദാസൻ
പ്രിയ ദൈവാസി പ്രിയ അമ്മച്ചിമാർ രണ്ടുപേരും പ്രിയ നമ്മുടെ കൂടെ അമ്മ വളരെ പ്രത്യാശയോടും വളരെ ആമേ സ്വതന്ത്രം ആത്മീയ മതത്തിലും ആമേ കടന്നു പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രിയ ആമേ ദൈവാസിക്കും ആമേ സ്വതന്ത്രം കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും രാത്രി വേളയിൽ സ്വതന്ത്രം പ്രിയ ദൈവാസിനെ ഒരുമിച്ച് അവർക്ക് ദൈവ കൂട്ടായ്മയിലായിരിക്കാൻ തക്കണവിടെ ആ സ്വതന്ത്രം ആമേ വലിയൊരു ഉണർവിന്റെ ആമേ അനേക ശുശ്രൂഷ അവിടെ നടക്കാൻ തക്കണവിടെ അപ്പോൾ നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന വ്രതമല്ല ആമേ സ്വതന്ത്രം ആമേ ചുമ്മാതല്ല അവിടെ വന്നിരിക്കുന്നത് പാട്ടുപാടി ആമേ ആരാധിച്ചു പോകുന്ന വെറുതെ അല്ല സ്വതന്ത്രം ദൈവത്താൽ നിയോഗിക്കപ്പെട്ടൊരു ആമേ ആരാധന കൂട്ടായ്മയാണ് വിചാരിക്കരുത് ഇങ്ങനെ ഒരു കൂട്ടായ്മ കിട്ടാതെ വണ്ണം അനേകരേലിയ സ്വതന്ത്രം ആമേ സ്വതന്ത്ര ഭാരപ്പെടുമ്പോൾ ആമേ നമുക്ക് വേണ്ടി ആമേ ആമേ നമ്മുടെ വിഷയങ്ങൾ അനേകരുടെ വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ തക്കണം ദൈവമായ കർത്താവ് അവിടെ ഒരിക്കലായി എത്ര ശ്രമിച്ചാലും എത്ര വർണ്ണിച്ചാലും അധികം വരില്ല സ്വത്രം ആമേ ഹല്ലേലൂയ സ്വത്രം ആമേ സ്വത്രം അങ്ങനെയെങ്കിൽ ആമേ ദൈവത്തിന്റെ ആമേ ഹല്ലേലൂയ പ്രവൃത്തി ആമേ ഈ നാളുകളിൽ വെളിപ്പെടേണ്ടത് നമുക്ക് ആമേ പ്രാർത്ഥനയോടായിരിക്കാം സ്വത്രം ആമേ പ്രാർത്ഥനയാണ് ഏത് വിഷയങ്ങൾക്കും പരിഹാരം സ്വത്രം പ്രാർത്ഥന കൂടിയാണ് സകലതും നേടുന്നത് സ്വത്രം അന്ന തന്നെ ഹല്ലേലൂയ ആമേ ആമേ പ്രാർത്ഥിച്ച് സ്വത്രം എന്തിനു വേണ്ടി പ്രാർത്ഥിച്ച് തന്റെ നിന്ദകളെ ആമേ പരിഹാരങ്ങളെ ദൈവാലയം വിടാതെ വണ്ണം ആമേ ഹല്ലേലൂയ ദൈവത്തോട് ആമേ പ്രാർത്ഥിക്കുവാൻ അതിന് പ്രതിഫലമായി സ്വത്രം ആമേ ഒരു തലമുറയ്ക്ക് വേണ്ടിയാണ് ആമേ ഹന്ന ആമേ ഹല്ലേലൂയ പ്രാർത്ഥനയോട് ആയിരുന്നത് സ്വത്രം തലമുറ അങ്ങനെയെങ്കിൽ ആമേ അങ്ങയുടെ പ്രാർത്ഥന കേട്ട ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ കുഞ്ഞുങ്ങളും അവരെ വേലിയ സ്വത്രം ആമേ മരണത്തോട് അടുത്ത് സ്വത്രം ആമേ വിറവ് പറക്കി ആമേ ഹാലേലിയ അത് കൊണ്ട് ചെന്ന് സ്വല്പം മാവും ആമേ എണ്ണയും കൊണ്ട് സ്വത്രം അത് ആമേ ഹാലേലിയ ആമേ സ്വത്രം അപ്പം ഉണ്ടാക്കി കഴിച്ചിട്ട് അവർക്ക് മരിക്കണം ഹല്ലേലൂയ സ്വത്രം അത് മാത്രമേ അവർ കേട്ടിട്ടുള്ളൂ സ്വത്രം ഹല്ലേലൂയ ആമേ ദൈവം ഏലിയാവിനെ സലാപത്തിലേക്ക് വിടുവാൻ തക്കണമിടയായി സ്വത്രം ഹല്ലേലൂയ സ്വത്രം ആമേ സ്വത്രം ഹല്ലേലൂയ സ്വത്രം ആമേ ഹല്ലേലൂയ ദൈവദാസിയോട് ആമേ ഏലിയാവ് പറഞ്ഞു കുടിക്കാൻ ആമേ ആമേ വെള്ളം വേണം പറയാൻ തക്കണമിടയായി സ്വത്രം ആ പോലപ്പോൾ സ്വത്രം ഒരു അടയം കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു സ്വത്രം ഹല്ലേലൂയ ആമേ സ്വത്രം ആമേ ആ സഹോദരി പറഞ്ഞു ദൈവത്താണ് ഇവിടെ സ്വല്പം ആമേ മാവ് സ്വല്പം എണ്ണ തുത്തിലുള്ള സ്വത്രം അത് ആമേ ഹല്ലേലൂയ ആമേ സ്വത്രം അപ്പം ചുട്ട തിന്നിട്ട് ആമേ ഞാനും എന്റെ കുഞ്ഞുങ്ങളും മരിക്കാൻ പോകുന്നു സ്വത്രം ഹല്ലേലൂയ സ്വത്രം ആമേ ഹല്ലേലൂയ സ്വത്രം യേശുവിന്റെ ജയമെടുത്താട്ടെ എന്തിനും തന്റെ വചനം പറഞ്ഞത് ആമേ ആമേ ദൈവദാസി അനുസരിച്ചു ഹല്ലേലൂയ ആമേ പ്രവാചക ശിഷ്യന്മാർ ആയിരിക്കുന്ന ആമേ ആ ദൈവദാസി ആമേ അനുസരിച്ചു സ്വത്രം ഹല്ലേലൂയ സ്വത്രം ആമേ ഹല്ലേലൂയ എല്ലാവരിൽ നിന്നും ആമേ ഒരു അടം സ്വത്രം ഹല്ലേലൂയ ദൈവ സമൃദ്ധിയായി ആമേ ഹല്ലേലൂയ അവരുടെ അനുഗ്രഹിക്കുന്നു ആമേ കത്തിലെ മാവ് കുറയാതെ വണ്ണം ഭരണിയിലെ എണ്ണ കുറയാതെ വണ്ണം ആമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചെങ്കിൽ ഇല്ലായ്മ നിന്ന് ഉളവാക്കി ദൈവമായ കർത്താവ് നമ്മളെ ഉയർത്തുവാൻ ശക്തരായ ദൈവമാണ് അങ്ങനെങ്കിൽ നാം വിശ്വാസത്തോട് ആമേ ആയിരിക്കാൻ ആമേ ഹല്ലേലൂയ സ്വത്രം അതുകൊണ്ട് സ്വത്രം ഒരു തിരുവചന ഭാഗം വായിച്ചുകൊണ്ട് ഞാൻ വേഗത്തിൽ ദൈവത്തിലായിരിക്കുന്ന സ്വത്രം ആമേ 68 സങ്കീർത്തനത്തിന്റെ അതിന്റെ 19, 20 വാക്യം 19 നമ്മുടെ രക്ഷയാകുന്ന ദൈവമായേ നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. ആമേൻ. ഹല്ലേലൂയ.
ഭാഗമായും ദൈവോദരം കേൾക്കുവാൻ കടപടിയായി എന്താണ് നാൾത്തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾത്തോറും നമ്മുടെ ഭാരങ്ങളെ അവൻ ചുമക്കുന്ന കർത്താവ് നമ്മുടെ ഭാരങ്ങളെ ചുമക്കുവാൻ, നമ്മുടെ പ്രയാസങ്ങളെ മാറ്റുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വത്രം നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ സമാധാനത്തിന് മാർഗത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു സകല ഭാരത്തിന് വേണ്ടി നമ്മുടെ ഭാരത്തിന് വേണ്ടി നമ്മുടെ പ്രയാസത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു തന്നെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ സമാധാന നാശത്തിന് വേണ്ടിയാണ് കർത്താവായ യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ അതുകൊണ്ടാണ് സമാധാനമില്ലാതെ ഭാരത്താൽ വിഷയത്താൽ ഭാരപ്പെട്ട് അനേകരെ കർത്താവ് രക്ഷയിലേക്ക് കൂട്ടിവരുത്തി അവർക്ക് നിത്യ സമാധാനം സന്തോഷം ലഭിച്ചു അനേക സാക്ഷികൾ നമ്മൾ ആയിരിക്കുന്നു. അപ്പോൾ സമാധാനം തരുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ അതുകൊണ്ടാണ് നാൾത്തോറും നമ്മുടെ ഭാരങ്ങൾ നാൾത്തോറും നമുക്ക് ദുഃഖവും ഭാരവും പ്രയാസവും ഈ ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട്, ഭാരമുണ്ട്, പ്രയാസമുണ്ട്, ദുഃഖമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കാൻ നിങ്ങൾ ധൈര്യപ്പെടുവിൻ എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ബലപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഭാരപ്പെടണ്ട. സ്തോത്രം. ദൈവത്തെ ആശ്രയിച്ചാൽ ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി കരുതും. നിങ്ങൾക്കായി കരുതുകയാൽ നിങ്ങളുടെ സകല ചിന്താഭാരങ്ങളും അവന്റെ പേര് സ്തോത്രം. നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമുണ്ട്. നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. നമ്മുടെ കടകാരത്തെ വിടുവിക്കുന്ന ദൈവമുണ്ട്. നമ്മുടെ രോഗത്തെ വിടുവിക്കുന്ന ദൈവമുണ്ട്. സ്തോത്രം. നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമുണ്ട്. അതുകൊണ്ട് ദൈവം നമുക്ക് ഉദാഹരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവതാണ്. ദൈവം നമുക്ക് ഉദാഹരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യേശു ക്രിസ്തുവിനുള്ളതാണ്. സ്വത്രം. അപ്പോൾ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യേശു ക്രിസ്തുവിനുള്ളതാണ്. സ്വത്രം. കഴിഞ്ഞ ദിനങ്ങളിൽ സ്വത്രം ഞാനും രണ്ട് കരണ്ട് സംബന്ധമായിരിക്കുന്ന 2 പ്രാവശ്യം ഞാൻ എൻ്റെ സ്വത്രം മരണപ്പെടുകയാണ്. സ്വത്രം കരണ്ട് അടിച്ച് സ്വത്രം സ്വത്രം പിന്നെ സ്വത്രം ബ്ലഡ് കുറഞ്ഞ് സ്വത്രം സ്വത്രം അവിടെയും ദൈവം മരണത്തിന് കൊടുക്കാതെ ദൈവം സ്വത്രം നമ്മളെ എനിക്ക് വേണ്ടി കടന്നു വരാൻ ദൈവം നമുക്ക് ഉദാഹരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിനുള്ള നീക്കുപോക്കുകൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ളതാണ്. പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രവാചകൻ പറയുന്നത് പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം എഴുന്നേറ്റ് പ്രകാശിക്കാൻ അതിന്റെ 66-ന്റെ 13-ാം വാക്യം. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ
ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. അത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ അസ്ഥികൾ ഇളംപുല്ല് പോലെ തഴയ്ക്കും. യഹോവയുടെ കൈ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടും. ശത്രുക്കളോടോ അവൻ ക്രോധം കാണിക്കും. യഹോവ തന്റെ കോപത്തെ ഉഗ്രതയോടും തന്റെ ശാസ്ത്രയെ അഗ്നിജ്വാലകളോടും കൂടെ നടത്തുവാൻ അഗ്നിയിൽ പ്രത്യക്ഷമാകും. അവന്റെ രഥങ്ങൾ ചുഴലിക്കാറ്റുപോലെ ആയിരിക്കും. പ്രവാചകൻ ശക്തമായ ആമേ പ്രവചിക്കുകയാണ്. എന്താണ് സ്വന്തം അമ്മ ആശ്വസിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിക്കും. ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ആശ്വാസം ആമേ നമ്മളെ പരിപാലിക്കുന്ന ദൈവമാണ്. സ്വത്രം ആമേ സ്വത്രം. ഞാൻ നിങ്ങളെ നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം സ്വത്രം ആമേ ഹല്ലേലൂയ. യെരൂശലേമിൽ ആയിരിക്കുന്ന ആമേ ദൈവത്തിന്റെ പാദപീഠത്തിൽ ആമേ ഹല്ലേലൂയ ദൈവത്തിന്റെ യാഗപീഠത്തിൽ ആശ്വാസം കണ്ടെത്തും. അതിനുവേണ്ടിയാണ് ഈ കൂടി വരും. ആമേ ഹല്ലേലൂയ. സ്വത്രം നമ്മുടെ യെരൂശലേമാണ് സ്വത്രം നമ്മുടെ ആരാധന കൂട്ടായ്മ കൂടുന്ന ആമേ യാഗം. ഹല്ലേലൂയ. സ്വത്രം അവിടെയാണ് ആമേ സ്വത്രം ഈ ആമേ ആരാധന കൂട്ടായ്മയിലാണ് വിടുതൽ പ്രാപിക്കുന്നത്. സ്വത്രം ദൈവീയ കൃപകൾ പ്രാപിക്കുന്നത്. സ്വത്രം ആമേ അവിടെയാണ് സ്വത്രം ആമേ ഹല്ലേലൂയ വർക്കോസന മാണിയുമടയിൽ ആമേ ആയിരുന്ന ആമേ ഹല്ലേലൂയ ആമേ ദൈവദിനത്തിന്റെ നടുവിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. സ്വത്രം അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ആമേ ഹല്ലേലൂയ കൂടാരങ്ങൾ ആമേ പ്രാർത്ഥന നടത്തുന്ന ഈ പ്രാർത്ഥനകളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തനായ ഒരു ദൈവമാണ്. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. അതുകൊണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം ആമേ ഹല്ലേലൂയ സന്തോഷിക്കും. ഈ നാളുകളിൽ ആമേ ഹല്ലേലൂയ സ്വത്രം ആമേ നമ്മുടെ ഭാരങ്ങളെ ചുമന്ന കർത്താവ് ആമേ ഒരു സന്തോഷത്തിന്റെ ആമേ അനുഭവത്തിൽ കൂടി ആമേ ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. സ്വത്രം ആമേ ആമേ നമ്മളും ആമേ പ്രകൃതിയെല്ലാം ആമേ ഹല്ലേലൂയ കടന്നു വന്നാലും അവിടെ എല്ലാം നമ്മൾ സ്വത്രം സ്വത്രം ആമേ മുടക്കം കൂടാതെ വേണം ആമേ ഹല്ലേലൂയ നമ്മൾ ആമേ ദൈവത്തിൽ കടന്നു ചെല്ലുന്നു. സ്വത്രം പ്രിയ അമ്മച്ചിമാരൊക്കെ സ്വത്രം സ്വത്രം ഒരു പ്രാവശ്യം സ്വത്രം അമ്മച്ചിയെ തനിച്ച് ഒരാട്ടയ്ക്കൊന്നാണ് ആമേ സ്വത്രം അവിടെ കടലാവള വരാൻ നിൽക്കണ്ടായി. സ്വത്രം സ്വത്രാമേ അത്രയ്ക്ക് ഒരു പ്രത്യാശയുണ്ടായ സ്വത്രം കണ്ണ യെരൂശലേമിൽ വിടാതെ വണ്ണം ആമേ ഹല്ലേലൂയ ആമേ വർഷത്തിന് വേണ്ടി കാത്തിരുന്നതിനാണ് സ്വത്രം സ്വത്രം ഒരു യേശു ജനിക്കുമെന്ന് ആമേ ഹല്ലേലൂയ പ്രവചനത്തിൽ കൂടി കേട്ട് സ്വത്രം ആമേ ഹല്ലേലൂയ. അപ്പോൾ ആമേ യേശുവിനെ കൊണ്ട് അവിടെ വന്നപ്പോൾ ദാദാ ആമേ സ്വത്രം ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടതെന്ന് ആമേ ഹന്ന പറയുന്നത് പോലെ സ്വത്രം യെരൂശലേം വിടാതെ വണ്ണം ദേവാലയം വിടാതെ വണ്ണം ആരാധനാലയം വിടാതെ വണ്ണം ആമേ ഹല്ലേലൂയ കടന്നു വരുന്ന പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ്. സ്വത്രം ആമേ സ്വത്രം യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. അത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ അസ്ഥികൾ ഇളമ്പുല്ല് പോലെ തലയ്ക്കും. യഹോവയുടെ കൈ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഈ നാളുകളിൽ ദാസന്മാരുടെ കൈകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കണയാകും. സ്വത്രം ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമെടുത്താട്ടെ. അനേക ഭൂതന്മാരെ രക്ഷിക്കുവാൻ ആമേ ഹല്ലേലൂയ. ഒരിക്കൽ ഇങ്ങനെ ആമേ ആയിരുന്നപ്പോൾ യേശു ദൂരത്ത് നിന്ന് വരുന്നത് ആമേ ഹല്ലേലൂയ കാണാൻ സ്വത്രം ഹല്ലേലൂയ. സ്വത്രാമേ സ്വത്രം യേശു ദൂരത്ത് നിന്ന് വരുന്നത് കണ്ടപ്പോഴേ ആമേ ഹല്ലേലൂയ സ്വത്രം അവൻ ഹല്ലേലൂയ സ്വത്രം ആമേ ഹല്ലേലൂയ യേശുവിനെ കൊണ്ടുകൊണ്ട് വണങ്ങി. സ്വത്രം ആമേ സമയത്തിലുണ്ടേ ഹല്ലേലൂയ ഞങ്ങളെ ജനിപ്പിക്കാൻ കടന്നു വന്നു ആമേ ഹല്ലേലൂയ എന്ന് പറയുവാൻ അമ്മ ദൂരത്ത് നിന്ന് കാണുന്ന അന്ധകാര ശക്തിയുണ്ട് നമ്മുടെ ഹല്ലേലൂയ ആമേ സ്വത്രം ആമേ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ നമ്മുടെ ആരാധന ആമേ വെളിപ്പെടുമ്പോൾ നമ്മുടെ ആമേ ഹല്ലേലൂയ ശ്രദ്ധിക്കുന്ന ചില ആമേ ആമേ ഹല്ലേലൂയ ദുഷ്ടശക്തികളുണ്ട്. സ്വത്രം ഹല്ലേലൂയ സ്വത്രം ആമേ അധികാരത്തിന്റെ ആമേ ഹല്ലേലൂയ വാഴ്ചകളിൽ ആമേ ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന ചില അന്ധകാര ശക്തികൾ ഹല്ലേലൂയ ആമേ സ്വത്രം ആമേ സ്വത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്വത്രം യേശുവും ആമേ ശിഷ്യന്മാരും കൂടി കടലിൽ ആമേ പോയപ്പോൾ ഹല്ലേലൂയ സ്വത്രം ആമേ തിരമാലകൾ അടിച്ച് സ്വത്രം സ്വത്രം ആമേ ഹല്ലേലൂയ കടമുങ്ങാറായി. സ്വത്രം ഹല്ലേലൂയ സ്വത്രം. ശിഷ്യന്മാർ ഹല്ലേലൂയ മരണം ആമേ ആമേ ഹല്ലേലൂയ ഭാരത്താൽ അവർ ഭാരപ്പെട്ട് സ്വത്രം ഹല്ലേലൂയ സ്വത്രം ആമേ ഹല്ലേലൂയ സ്വത്രം ആമേ അങ്ങനെ യേശുവിനെ ഉണർത്തി
നാഥാ നാഥാ ആമേ ഞങ്ങൾ മരിക്കുന്ന നിനക്ക് വിചാരമില്ലയോ ഹല്ലേലൂയ ആമേ യേശുവിനെ വിളിക്കാൻ തക്കണമടിയായി അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നാം യേശുവിനെ വിളിച്ചാൽ യേശുവിനെ ഉണർത്തിയാൽ ആമേ നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആമേ ഈ നാളുകളിൽ തന്റെ ഭക്തന്മാർക്ക് ആമേ ഹല്ലേലൂയ ആമേ ചില അധികാരങ്ങൾ ദൈവം നൽകുന്നു. ആമേ ഹല്ലേലൂയ സ്തോത്രം. ആമേ ഹല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ ജയമെടുത്താണ്. ഹല്ലേലൂയ. ആമേ അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ അസ്ഥികൾ ആമേ ഇളം കൊണ്ട് പോലെ തരിക്കും. യഹോവയുടെ കൈ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടും. ശത്രുക്കളോട് അവൻ ക്രോധം കാണിക്കും. ഹല്ലേലൂയ സ്തോത്രം. ആമേ ഹല്ലേലൂയ. ശത്രുക്കളോട് ക്രോധം കാണിച്ച് സ്തോത്രം ഹല്ലേലൂയ ഉന്മൂലനം വരുത്തുവാതക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് കഴിവുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ആമേ ദുർഗണങ്ങളെ നിരപ്പാക്കി അപരവാദികളെ തകർത്ത് ഇരുമ്പോടാമ്പളെ ഖണ്ഡിച്ച് കളയുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഓ ഇവരുടെ യേശുവിന്റെ രക്തത്താൽ അവരെ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെയും കിട്ടുന്ന ദൈവമാണ്. മനം തകർന്നായിരിക്കുന്ന ആമേ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുറിവുകളെ കെട്ടാൻ നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആമേ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതുകൊണ്ട് സ്തോത്രം. മനം തകർന്നവരെ ആമേ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെയും കിട്ടി അവരെ ആമേ ഹല്ലേലൂയ സ്തോത്രം ആമേ സന്തോഷപൂർണ്ണമായി തീർക്കുന്ന ആമേ ആമേ ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം. ഞാൻ കടക്കൊടുക്കലേ എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമെടുത്താട്ടെ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ലോകം ദുഷ്ടന്റെ അരീതിയിൽ കടക്കുവന്നു അന്ധകാരം കൊണ്ട് മൂടപ്പെട്ട ലോകമാണ്. ആമേ ഹല്ലേലൂയ. ആമേ എങ്കിലും നമുക്ക് നിൽക്കുവാൻ ദൈവം കൃപ തന്നു നമ്മളെ ആമേ ബലപ്പെടുത്തി ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് എന്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ ആമേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ടെങ്കിൽ ഒരു ശത്രു പോലും ആമേ ഹല്ലേലൂയ നമ്മളെ തൊടുവാൻ അനുവദിക്കും. ആമേ ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം. തന്നെ രാത്രി അഗ്നിജാലയോടും കൂടെ നടത്തുവാൻ ആമേ അഗ്നിയിൽ പ്രത്യക്ഷനാകുന്ന ആമേ ദൈവമാണ്. ഏലിയാവിന്റെ യാഗത്തിൽ ആമേ തീയിറക്കിയ ആമേ ഹല്ലേലൂയ ശക്തി ആമേ ഇന്നും ജീവിക്കുന്നു. ഏലിയാവിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞത് അവൻ ആമേ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആമേ ഹല്ലേലൂയ സ്തോത്രം മഞ്ഞും മണിയും ആമേ ഹല്ലേലൂയ അങ്ങനെയെങ്കിൽ വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുകയാണ് സ്തോത്രത്തിന് വേണ്ടി ആമേ ദേശത്തിന് വേണ്ടി ഹല്ലേലൂയ നമ്മുടെ വീടിന് വേണ്ടി ആമേ ഹല്ലേലൂയ നമ്മൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ് സ്തോത്രം. ഹല്ലേലൂയ. ആമേ എല്ലാവർക്കും വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ടോ? ആമേ ഹല്ലേലൂയ സ്തോത്രം. ആമേ സ്തോത്രം എന്നൊക്കെ പറയും. ഹല്ലേലൂയ. ആമേ സ്തോത്രം. ദൈവവചനം പറയുന്ന സ്തോത്രം ഹല്ലേലൂയ അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ അപ്പോൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്ന ആമേ ഹല്ലേലൂയ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. പ്രവർത്തിക്കാം ശക്തരായ ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കാര്യങ്ങൾ നമ്മൾ സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ ആമേ സ്തോത്രം ഹല്ലേലൂയ ആമേ പത്രങ്ങളിൽ കൂടിയും ആമേ ടിവിയിൽ കൂടിയും മൊബൈൽ കൂടിയൊക്കെ ആമേ സുഖകരമായിരിക്കുന്ന അനുഭവമാണ് കടന്നു വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ആമേ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ആമേ സ്തോത്രം. ആമേ രണ്ട് കപ്പലാണ് സ്തോത്രം. ഹല്ലേലൂയ ആമേ സ്തോത്രം. ആമേ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ അത് മുങ്ങി സ്തോത്രം. ആമേ തീ പടർന്നു പോയാൽ ആമേ ഹല്ലേലൂയ സ്തോത്രം. എല്ലാവരെയും നിരാശപ്പെട്ടിരിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ പ്ലെയിൻ ഹല്ലേലൂയ തകർപ്പെട്ടു അല്ലാതിരുന്ന ആമേ ഓരോ വ്യക്തി രക്ഷപ്രാപിക്കാൻ നമ്മുടെയായി ബാക്കി എല്ലാത്തുള്ളവരും ആമേ ഹല്ലേലൂയ മരിച്ചു സ്തോത്രം. വിദ്യ ആമേ ആ ഹല്ലേലൂയ സ്തോത്രം. അവരുടെയും ഹല്ലേലൂയയുള്ളവരും ആമേ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ആമേ സ്തോത്രം. ആമേ ഹല്ലേലൂയ ദുഃഖകരമായിരിക്കുന്ന ആമേ ഹല്ലേലൂയ സ്തോത്രം. ആമേ ആമേ അനുഭവത്തിൽ കൂടിയാണ് സ്തോത്രം. ഈ ലോകം നമുക്ക് സമാധാനം നിർത്തില്ല. സമാധാനം യേശുവിന്റെ മക്കൾ മാത്രമാണ്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകത്തിന്റെ സമാധാനമല്ല, നിത്യ സമാധാനമാണ് സ്തോത്രം. ആശ്രയിക്കുന്നവർക്ക് നിത്യസമാധാനമുണ്ട്. എനിക്ക് സമാധാനമില്ലാതെ ഞാൻ അറിഞ്ഞപ്പോൾ നിത്യ സമാധാനമില്ലാതെ ആയിരുന്ന കാലത്ത് യേശുവിനെ കണ്ടുമുട്ടിയപ്പോഴാണ് എനിക്ക് സമാധാനം ലഭിച്ചത്. എനിക്ക് തന്നെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചത്
ഭാരപ്പെടാതെ വേണം സ്തോത്രം. ഒരു പ്രാവശ്യം വലിയ സ്തോത്രം ആമേ ഹല്ലേലൂയ സ്തോത്രം. ആമേ അവന്റെ ഓർത്തിൽ ആമേ പുറപ്പെടാതെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആമേ ഹല്ലേലൂയ ഞാൻ അറിയാതെ വേണം സ്തോത്രത്തെ നാവ് ഹല്ലേലൂയ സ്തോത്രം അന്യഭാഷ സ്തോത്രം. ആമേ ആമേ അങ്ങനെ ദാഹിക്കുന്ന ആമേ തന്റെ കുഞ്ഞുങ്ങളെ നിറയ്ക്കുന്ന ഒരു ദൈവം പരിശുദ്ധാത്മാവാണ്. ആമേ പരിശുദ്ധാത്മാവാണ് നമ്മളെ നിർത്തുന്നത്. അവൻ ദൈവത്തോട് പറ്റിയിരിക്കാൻ അവൻ എന്നോട് പറ്റിയിരിക്കാൻ അവനെ വിളിക്കും. അവൻ എന്റെ നാമക്കറിയാൻ ഞാൻ ഉയർത്തുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മളെ ഉയർത്തുന്ന ദൈവമാണ്. ദൈവത്തെ അറിഞ്ഞാൽ ദൈവം നമ്മളെ ഉയർത്തും. അവൻ എന്നോട് പറ്റിയിരുന്നാൽ ഞാൻ അവനെ വിടുവിക്കുമെന്നാണ് അന്യതരക്കാരൻ പറയുന്നത്. അതുകൊണ്ട് വേട്ടക്കാരന്റെ കടയിൽ നിന്ന് സ്വരമായിരിക്കുന്ന മഹാമാരി തന്റെ തൂവൽ കൊണ്ട് മറച്ച് നമ്മളെ ദിനംതോറും പരിപാലിക്കുന്ന ദൈവമാണ്. ഒരർത്ഥവും ഭവിക്കുന്ന ഒരു ബാധയുടെ കൂടാരത്തിൽ അടുക്കയില്ലാതെ ദൈവത്തിന്റെ വചനമുണ്ടല്ലോ. രാത്രിത്തെ ഭരിക്കുകയും മകളെ നിനക്ക് പേടിപ്പാടില്ല. നിന്റെ വശത്തായാലും നിന്റെ വലത്തുവച്ചു 10,000 പേരും വീഴും, നീയോട് അടുത്തു വരികയില്ല. സ്തോത്രം എന്നാണ് ദൈവത്തിന്റെ വചനം. ആമേ ദൈവമക്കളെ ഉറപ്പിച്ച് ശക്തിയിരിക്കുന്ന വചനമാണ്. പിന്നെ നമ്മൾ അവര് പറഞ്ഞു ആമേ ഹല്ലേലൂയ ആമേ സ്തോത്രം ആമേ പറത്തിലാണ് സ്തോത്രം ഹല്ലേലൂയ. അതൊരു അർത്ഥമല്ല സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ആമേ ഹല്ലേലൂയ. നാം വിശ്വസിച്ചാൽ ആമേ ദൈവത്തിന്റെ മഹത്വം കാണുന്നു പറഞ്ഞാൽ നാം വിശ്വാസം വേണം. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ആമേ ആദ്യ ശത്രുവിനെയും ആമേ ഹല്ലേലൂയ അടിമനുഭവത്തിൽ നിന്നാണ് നമ്മളെ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ആമേ ഈ ദിവസങ്ങളിൽ ആമേ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ആശ്വാസം പകരുവാൻ ആമേ ആശ്വാസനായകനായ ദൈവത്തിന്റെ കരങ്ങളായിരിക്കാൻ നമ്മുടെ കാര്യങ്ങൾ ഏറ്റവും നമ്മുടെ കർത്താവായി ദൈവമാണ്. ആ ദൈവത്തിന്റെ കരങ്ങളിൽ ആമേ പ്രാപിച്ച് ആമേ സ്തോത്രം ആത്മീയമായി മുന്നേറി ആമേ തീരുമാനങ്ങൾ അതിനു വേണ്ടിയാണ് ഈ കൊണ്ടും പ്രാർത്ഥനയൊക്കെ നമ്മൾ നടത്തുന്നത്. സ്തോത്രം ആമേ നമുക്ക് ആമേ ഒരു ആമേ നിത്യമായ ഒരു ഭവനമുണ്ട്. ആ ഭവനത്തിൽ കടക്കണം. അതാണ് നമ്മുടെ പ്രത്യാശ. അതാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ ഇസ്രായേലിന്റെ കനാന്തരത്തിൽ തേനുംപാൽ ഒഴുകുന്ന ദേശത്തെക്കാണ് ആമേ ദൈവം അതുപോലെ നല്ല ദേശത്തെക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം അവിടെയാണ് നമ്മൾ പോകേണ്ടത്. സ്തോത്രം സ്തോത്രം. അതുകൊണ്ട് ഈ ലോകത്ത് നമുക്ക് നിന്നാസങ്ങളും പരിഹാസങ്ങളും എല്ലാം കല്ലേറുകളും എല്ലാം ആമേ ആമേ പൗരോ സഹിച്ചതുപോലെ നമ്മൾ സഹിച്ചിട്ടുള്ളത് ആമേ ഹല്ലേലൂയ ആമേ കടന്നിരുന്നവർ ആമേ ഹല്ലേലൂയ ആമേ നിത്യ സമാധാനം പ്രാപിക്കുന്നതിന് അനുഭവത്തിൽ കൂടിയാൽ ദൈവമായ നമ്മളെ സഹായങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. അവസാനം ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം ദൈവത്തിൻ്റെതാകുന്ന കൃപ നമ്മളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. സ്തോത്രം. നമ്മുടെ വിശുദ്ധ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് വേറെ ഭാഗം വായിക്കാം. സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ ഭാഗം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. അല്ല, ഒരു സ്ത്രീക്ക് 10 ബ്രഹ്മമുണ്ട് എന്നിരിക്കട്ടെ. ഒരു ബ്രഹ്മം കാണാതെ പോയാൽ ആ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടു കിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുന്നു. പറയപ്പെടുന്നതാകുന്ന കർത്താവേ അമൃഷ്ടോത്രം ദൈവത്തിന്റെ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന കേട്ടതോട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം നോക്കുമ്പോൾ 3 വ്യത്യസ്ത തരത്തിലുള്ള ഉപമകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്.
മൂന്ന് ഉപമകളുടെയും പ്രധാന വിഷയം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട ഒന്നിനെ മടക്കി കൊണ്ടുവരുന്ന അനുഭവത്തെ കുറിച്ചാണ്. ഒരിടത്ത് 100 ആടുകളുള്ള ഒരു ഇടയൻ, ആ ഇടയന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒന്ന് കാണാതെ പോയി. ആ കാണാതെ പോയ ഒന്നിനെ തിരഞ്ഞു ചെന്ന് അതിനെ കൊണ്ടുവരുന്ന ആ അനുഭവത്തെ കുറിച്ച് ഒന്നാമത്തെ സ്തോത്രം ആ ഉപമയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രണ്ടാമത്തെ ഉപമയിൽ 10 ദ്രഹ്മയുള്ള ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഒന്ന് നഷ്ടപ്പെട്ടു പോയുന്ന ഭാഗം സ്തോത്രം അത് കണ്ടു കിട്ടിയപ്പോൾ അവിടെയും സന്തോഷം ഉണ്ടാകുവാൻ തക്കവണ്ണം ആ ഭാഗമാണ് നമുക്ക് വായിക്കുവാനിടയായിരുന്നത്. മൂന്നാമത്തെ ഉപമയിൽ സ്തോത്രം അവിടെ 2 മക്കളിൽ ഒരുവൻ സ്തോത്രം അപ്പനെ വിട്ട് കടന്നു പോകുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് പോകുന്നതിനോട് തുല്യമാകുന്ന അനുഭവത്തിൽ കടന്നുപോയി. സ്തോത്രം അവൻ മടങ്ങി വന്നപ്പോൾ അപ്പനുണ്ടാകുന്ന സന്തോഷം. സ്തോത്രം അങ്ങനെ അവൻ നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കുന്ന വിഷയങ്ങളെ കുറിച്ചാണ് ഇവിടെ നമുക്ക് സ്തോത്രം 15-ാം അധ്യായത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്തോത്രം ഈ 3 ഭാഗങ്ങളിലും സ്തോത്രം ഒരു മനുഷ്യന്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിനെ സംബന്ധമായിട്ടുള്ള വിഷയമാണ് പറയുവാനിടയായി. ഒന്നാമത്തെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാകുന്നു. സ്തോത്രം. അപ്പൊ സ്വർഗം സന്തോഷിക്കുന്ന ഒന്നാണ് നഷ്ടപ്പെട്ടു പോയ ഒരു ദൈവത്തിന്റെ പൈതല് മടങ്ങി സ്തോത്രം മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നത്. ഈ ലോകത്തിലെ സകല മനുഷ്യരോടുമുള്ള ദൈവത്തിന്റെ സ്തോത്രം ഇഷ്ടം എന്ന് പറയുന്നത് അവരെല്ലാം ദൈവത്തിലേക്ക് കടന്നു വരണമെന്നാണ്. സ്തോത്രം വിശുദ്ധ പത്രോസ് തന്റെ ലേഖനത്തിൽ എഴുതുവാൻ തക്കവണ്ണം ഇവിടെ ആയിത്തീർന്നു. കർത്താവ് വരുവാൻ താമസിക്കുന്നത് എന്തുകൊണ്ടാണ്? ചിലരും കൂടെ കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു. അപ്പോൾ മടങ്ങി വരണമെന്നുള്ള ആഗ്രഹത്തോടെ കൂടെയാണ് ദൈവം കാത്തിരിക്കുന്നത്. ഇവിടെ സ്വർഗത്തിലധികം സന്തോഷം ഉണ്ടാകും എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. രണ്ടാമത്തെ ഉപമയിൽ പറയുകയാണ് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷം. ദൈവത്തിന്റെ ദൂതന്മാരുടെ ഇടയിൽ സ്തോത്രം ഒരു പാവി മാനസാന്തരപ്പെട്ടു വരുമ്പോൾ ഒരു സ്തോത്രം മനുഷ്യൻ ദൈവഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം. മൂന്നാമത്തെ ഭാഗത്ത് പറയുന്നു അപ്പന് സന്തോഷമുണ്ടാകുന്ന അനുഭവത്തെ കുറിച്ചാണ്. ആ അപ്പൻ സ്തോത്രം വലിയ വിരുന്നൊരുക്കി മറ്റുള്ളവരെയൊക്കെ ക്ഷണിക്കുവാനിടയായി. സ്തോത്രം അപ്പന് സന്തോഷം ഉണ്ടാകുന്നത് സ്വർഗത്തിലെ നമ്മുടെ അപ്പന് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും. ദൂതന്മാരുടെ ഇടയിൽ സന്തോഷമുണ്ടാകും. സ്വർഗത്തിലെ ദൈവത്തിന് സ്തോത്രം വളരെ സന്തോഷം ഉണ്ടാകുവാനിടയായി. നാം വായിച്ച ഉപമയിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. അല്ല ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ട് എന്നിരിക്കട്ടെ. 10 ദ്രഹ്മ ഉണ്ട് എന്നിരിക്കട്ടെ. ദ്രഹ്മ എന്ന് പറയുന്നത് സ്തോത്രം ഇംഗ്ലീഷ് ബൈബിളിൽ കോയിൻ എന്നാണ് അതിനെ കൊടുത്തിരിക്കുന്നത്. ലോസ്റ്റ് കോയിൻ എന്നാണ് സ്തോത്ര ആ ഭാഗത്തിൽ പറയപ്പെടുന്നത്. അപ്പോൾ സ്തോത്രം ഒരു സ്തോത്രം നാണയത്തോട് തുല്യീകരിച്ചാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇത് സാധാരണയായ ഒരു നാണയമല്ല, മറിച്ച് വിശേഷതയുള്ള നാണയമാണ്. സ്തോത്രം ഈ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം സ്തോത്രം നമുക്ക് ബാങ്കുകളിലൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുവാനിടയായി. അപ്പോൾ ചെറിയൊരു പേപ്പർ തരും. അപ്പൊ ആ പേപ്പറിന്റെ അകത്ത് ആ പേപ്പറിന് വലിയ വാല്യൂ ഇല്ലെങ്കിലും അതിനകത്ത് എഴുതിയിരിക്കുന്ന തുക അനുസരിച്ചാണ് അതിന്റെ വാല്യൂ. അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് തിരിച്ച് ലഭിക്കുവാൻ സാധ്യമാണ്. അതുപോലെയാണ് ഇവിടെ ആ ദ്രഹ്മയെ കുറിച്ച് കാണിക്കുന്നത്. പണ്ട് രാജാക്കന്മാരുടെ കാലഘട്ടത്തിലൊക്കെ അമിഷ്ടോത്രം ഇതുപോലുള്ള പേപ്പറിന് പകരം അവരുടേതാകുന്ന അമിഷ്ടോത്രം കോയിനുകളാണ് അല്ലെങ്കിൽ ടോക്കൺ പോലെ എന്തെങ്കിലും അവർക്ക് കൊടുക്കുന്നതാണ് അമിഷ്ടോത്രം. അതുകൊണ്ട് അതിന് വളരെ പ്രാധാന്യമുള്ള
ഉള്ളതാണ്. ഇവിടെ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ 10 ദ്രഹ്മയും ഏറ്റവും മൂല്യമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ. കാരണം ആ സ്ത്രീയുടെ കയ്യിൽ നിന്നൊന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ അതിന്റെ 9ാമത്തെ വാക്യത്തിൽ കാണാതെ പോയ ദ്രഹ്മ കണ്ടു കിട്ടിയത് കൊണ്ട് എന്നോട് കൂടെ സന്തോഷിപ്പിൻ എന്ന് പറയും. ഹല്ലേലൂയ. അപ്പൊ സന്തോഷത്തിന് ചില പൈസ മുടക്കുകളൊക്കെ ചെലവാക്കിയിട്ടാണ് അവർ സന്തോഷിക്കുവാനുള്ള ആഹ്വാനം പറയുന്നത്. മറ്റുള്ളവരുടെ വീട്ടില് നഷ്ടപ്പെട്ടു പോയ ഒന്ന് സ്തോത്രം കണ്ടുകിട്ടിയ അയൽവാസികൾ എന്തുകൊണ്ടാണ് സന്തോഷിക്കേണ്ടത്? അവർക്ക് നല്ലൊരു വിരുന്നൊരുക്കിയാൽ സ്തോത്രം അവരും ചേർന്ന് സന്തോഷിക്കുക. അപ്പോൾ അങ്ങനെ വിരുന്നൊരുക്കണമെങ്കിൽ നഷ്ടപ്പെട്ടത് സ്തോത്രം വളരെ മൂല്യമുള്ളതായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് സ്തോത്രം നമ്മളോട് ചോദിക്കുന്നത് നിന്റെ പക്കൽ നിന്ന് എന്തെങ്കിലും നഷ്ടമായിട്ട് ഇവിടെ പറയുകയാണ് സ്തോത്രം നാം നഷ്ടപ്പെട്ടു എന്ന് ഇരിക്കട്ടെ. ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ സ്തോത്രം വിളക്ക് കത്തിച്ചു വീട് അടിച്ചു വാരി അത് കണ്ടു കിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ? ഒന്ന്, അവളുടെ ജീവിതത്തിൽ 10 ദ്രഹ്മ ഉണ്ടായിരുന്നു എന്ന് അവൾക്ക് നിശ്ചയമായും അറിയാം. പക്ഷേ ഒന്ന് അവൾക്ക് നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് നഷ്ടപ്പെട്ടു എന്നുള്ള ബോധ്യം അവളിൽ ഉണ്ടായത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം പല കാര്യങ്ങൾ ദൈവത്തിൻ്റെതായ നന്മകളായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൽ സ്തോത്രം ദൈവം നമുക്ക് തന്നതായിരിക്കാം. പലതും നഷ്ടപ്പെട്ടത് നമ്മൾ അറിയുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം പലതും നമ്മളിൽ ഉണ്ടോ എന്ന് തന്നെ സ്തോത്രം നമുക്ക് തിരിച്ചറിവില്ലാതെ പോകുന്നു. ഇല്ലെങ്കിൽ സ്തോത്രം നമ്മൾ അത് അറിഞ്ഞേ മതിയാവും. ഹല്ലേലൂയ. സ്തോത്രം അറിഞ്ഞെങ്കിൽ മാത്രമേ, നഷ്ടപ്പെട്ടു എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ സ്തോത്രം അത് തിരികെ എടുക്കണം, അല്ലെങ്കിൽ അതിനെ മടക്കി പ്രാപിക്കണം എന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ ജീവിതത്തെ നോക്കി കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത നന്മകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം സ്തോത്രം നമുക്ക് സ്തോത്രം ചെയ്ത അനുഗ്രഹങ്ങൾ, കൃപകൾ, സ്തോത്രം ചില താലന്തുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. പലപ്പോഴും ഉണ്ട് എന്ന് കരുതി നമ്മൾ സ്തോത്രം മുൻപോട്ട് പോകുമ്പോൾ സ്തോത്രം പരിശോധിക്കുന്നത് അത്യാവശ്യമാണ്. സ്തോത്രം അത് അറിയാതിരുന്നാൽ സ്തോത്രം പരാജയം നമ്മിൽ സംഭവിക്കുവാനിടയായി. നമുക്കറിയാം ശിംശോനെ അറിയാം. ശിംശോൻ ദൈവത്തിന്റെ ശക്തി അവന്റെ മേൽ വരികയും സ്തോത്രം അവന്റേതാകുന്ന പ്രവർത്തന മണ്ഡലങ്ങളിൽ ഏറ്റവും ശക്തിയോടെ പ്രവർത്തിക്കുന്നവരുമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ദെലീലയുടെ മടിയിൽ കിടന്ന് അവൻ തന്റെ ജഡകൾ കളഞ്ഞതിന് ശേഷം ഫെലിസ്ത്യർ വരുമ്പോൾ അവനോട് വിളിച്ചു പറഞ്ഞു, ഫെലിസ്ത്യർ ഇതാ എന്ന് പറയുമ്പോൾ അവൻ പഴയതുപോലെ ചാടി എഴുന്നേറ്റു. പക്ഷേ അവൻ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവിടെ വായിക്കുന്നത് യഹോവ തന്നെ വിട്ടു എന്നറിയാം. അവനോട് കൂടെയുള്ള ദൈവ സാന്നിധ്യം അവനെ വിട്ടു എന്ന് അറിയാതെ. ഹല്ലേലൂയ. അതിന്റെ പരിണിത ഫലം എന്താണ്? സ്തോത്രം അവനെ പിടിച്ചു ഒതുക്കി ബന്ധിച്ചു സ്തോത്രം ശത്രുവിന്റെ ഇഷ്ടം ചെയ്യുവാൻ, ശത്രുവിൻ്റെതാകുന്ന പ്രവർത്തന മേഖലകളിലേക്ക് കൊണ്ടുപോകുവാനിടയായി. ദൈവത്തിന്റെ കൃപകൾ നഷ്ടപ്പെട്ടു പോയാൽ ശത്രു നമ്മെ പിടിക്കുവാനിടയായി തീരും. ശത്രു നമ്മെ ഒതുക്കുവാനിടയായി തീരും. ശത്രു നമ്മെ ഒതുക്കി അവന്റെ ഇഷ്ടം നമ്മളിലൂടെ നിവർത്തിക്കുവാനിടയായി തീരും. അവന്റെ ഇഷ്ടം നമ്മളിലൂടെ നിവർത്തിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടം നമ്മളിലൂടെ
ലോകത്തിന് വെളിപ്പെടുത്തുവാൻ എന്നാൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദൈവിക നന്മകൾ നഷ്ടപ്പെട്ട മനുഷ്യരെ പിശാച് ആമേൻ സ്തോത്രം അവന്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഇന്നത്തെ ആമേൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ നോക്കി ആമേൻ സ്തോത്രം ഞാൻ ആരുടെ ആമേൻ ഇഷ്ടമാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ആമേൻ ബോധ്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് കൊണ്ടുവരട്ടെ. ഹല്ലേലൂയ ദൈവികമാകുന്ന ഇഷ്ടങ്ങളല്ല എങ്കിൽ ആമേൻ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ആധിപത്യം പുലർത്തുന്നത് ആമേൻ സ്തോത്രം ശത്രുവിന്റെ കരങ്ങളാണ്. ആമേൻ സ്തോത്രം നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ആമേൻ സ്തോത്രം അതിലേക്ക് ആമേൻ സ്തോത്രം ഒന്ന് മടക്കി പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ആമേൻ സ്തോത്രം ആമേൻ കാണാതെ പോയ ബ്രഹ്മ ആമേൻ കണ്ടുകിട്ടുവാൻ അവൾ ചെയ്ത ചില കാര്യങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. അവൾ വിളക്ക് കത്തിച്ചു. ഹല്ലേലൂയ ആമേൻ സ്തോത്രം അവളുടെ ജീവിതത്തിൽ ഇരുണ്ടടഞ്ഞു പോയ മേഖലകളെ നോക്കി ആമേൻ സ്തോത്രം ഇനി ഇങ്ങനെ ഇരുന്നാൽ അവൻ കഴിയത്തില്ല. ആമേൻ സ്തോത്രം ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വേണം. ഹല്ലേലൂയ ആമേൻ ജീവിതത്തിൽ എനിക്കൊരു മുന്നേറ്റം വേണം. ആമേൻ സ്തോത്രം എന്റെ ആത്മീക ജീവിതത്തിൽ എനിക്കൊരു മുന്നേറ്റം വേണം. എന്റെ തലമുറയുടെ ജീവിതത്തിൽ എനിക്കൊരു മുന്നേറ്റം വേണം. എന്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആത്മീക ഭൗതിക സാഹചര്യങ്ങളിൽ എനിക്കൊരു മുന്നേറ്റം വേണം. ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവൾ ചെയ്തത് ആദ്യമേ തന്റെ വിളക്ക് കത്തിക്കുവാനിടയായി. ഹല്ലേലൂയ വിളക്ക് കത്തിച്ചപ്പോൾ അവിടെ പ്രകാശം പകരുവാനിടയായി. ഹല്ലേലൂയ ക്രിസ്തു എന്ന പ്രകാശം നമ്മുടെ ജീവിതത്തിൽ വരാതിടത്തോളം കാലം ആമേൻ സ്തോത്രം നമ്മുടെ ജീവിതം ഇരുണ്ട അനുഭവത്തിലേക്ക് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ നമ്മൾ ചെയ്യുന്നതൊന്നും ആമേൻ ഫലവത്തായി മാറുകയില്ല. ആമേൻ സ്തോത്രം ക്രിസ്തു എന്ന വെളിച്ചം നമ്മളിലേക്കുണ്ട് എങ്കിൽ മാത്രമേ ആമേൻ സ്തോത്രം ചില ആമേൻ സ്തോത്രം നന്മകളിലേക്ക് നമ്മെ നയിക്കുവാനിടയായി സുവിശേഷത്തിൽ ആമേൻ സ്തോത്രം ആമേൻ യോഹന്നാൻ പറയുകയാണ് ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ആമേൻ സ്തോത്രം മനുഷ്യരുടെ ഇടയിൽ പാർത്തുകൊണ്ടിരുന്നു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ യേശുക്രിസ്തുവിനെ കുറിച്ച് ആമേൻ സ്തോത്രം വിളിച്ചു പറയുവാനിടയായി. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. ഹല്ലേലൂയ ആ വെളിച്ചം അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആമേൻ സ്തോത്രം അടുത്ത ഭാഗം പറയുകയാണ് വിളക്ക് കത്തിച്ചു വീട് അടിച്ചു വാരി. ആമേൻ സ്തോത്രം ഹല്ലേലൂയ അപ്പോൾ വിളക്ക് കത്തിച്ചപ്പോഴാണ് മനസ്സിലായത് ആമേൻ സ്തോത്രം ആമേൻ ഈ വീട്ടിനകത്ത് മുഴുവൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ പല വിധത്തിലുള്ള ആമേൻ സ്തോത്രം ആമേൻ പൊടികളും അഴുക്കുകളും ആമേൻ മാറാലയും നിറഞ്ഞു നിന്ന അനുഭവമാണ്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ആമേൻ സ്തോത്രം നമ്മൾ ചുറ്റുപാടും ഒന്ന് നോക്കുമ്പോൾ ആമേൻ സ്തോത്രം ആമേൻ നമ്മൾ ആയിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് മറ്റുള്ളവർ വ്യത്യസ്തരായി മാറുന്നു. ആമേൻ സ്തോത്രം മറ്റുള്ളവർ ആയിരിക്കുന്ന അനുഭവങ്ങൾ ആമേൻ സ്തോത്രം ആമേൻ മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും അവരുടേതാകുന്ന വായിൽ നിന്ന് വരുന്ന വാക്കുകള് അവരുടെ സംസാരങ്ങള് അവരുടെ ജീവിതത്തിലെ ക്രമം കെട്ടുള്ള അനുഭവങ്ങള് ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ അവർ പോലും തിരിച്ചറിയാത്ത വിധത്തിൽ ആമേൻ കുടുങ്ങി കിടക്കുകയാണ്. ആമേൻ സ്തോത്രം അവരുടെ ഉള്ളിലേക്ക് ആ വെളിച്ചം വരുമ്പോഴാണ് ആമേൻ സ്തോത്രം ഒരു ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത്. നമുക്കറിയാം നമ്മുടെ ഇടയിൽ പലരും ആമേൻ സ്തോത്രം കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ യേശു ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ ആമേൻ സ്തോത്രം അവരുടെയും ജീവിതം ആമേൻ ഇതിനുപോലെ ആമേൻ സ്തോത്രം എന്താ ചെയ്യുന്നതെന്ന് ആമേൻ ഏത് മേഖലയിലാ പോകേണ്ടതെന്ന് ഒരു തിരിച്ചറിവുമില്ലാതെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ മറ്റുള്ളവർക്ക് ഒരു നോക്കുകുത്തിയെ പോലെ ആമേൻ ജീവിച്ച കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ആമേൻ സ്തോത്രം എന്നാൽ ക്രിസ്തു എന്ന പ്രകാശം വന്നപ്പോൾ ആമേൻ മറ്റുള്ളവരുടെ മുൻപിൽ മാന്യരായി ജീവിക്കുവാൻ അഭിമാനത്തോടെ ജീവിക്കുവാൻ ആമേൻ സ്തോത്രം ദൈവം പ്രാപ്തരാക്കി. ഹല്ലേലൂയ ഇവിടെ ആമേൻ വിളക്ക് കത്തിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി എന്റെ ജീവിതത്തിന്റെ ക്രമം കെട്ട അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലെ ആമേൻ സ്തോത്രം ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ അവരുടെ ജീവിതമാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കുവാൻ ഇടയായി. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ആമേൻ സ്തോത്രം ഇങ്ങനെ പോയാൽ പോരാ. ആമേൻ സ്തോത്രം ആമേൻ വിളക്ക് കത്തിച്ചപ്പോൾ ഭംഗിയായി
ആമേ സ്തോത്രം പ്രകാശം വന്നപ്പോൾ ഇരുട്ട് മാറി പ്രകാശം വന്നപ്പോൾ ഭംഗിയായി കാണുവാൻ കഴിയും. അപ്പോൾ ആ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ ആമേ പിന്നീട് അത് അവിടെ അതുപോലെ കിടക്കട്ടെ എന്ന് പറഞ്ഞു പോകുകയല്ല. ആമേ സ്തോത്രം ചെയ്തത് അടിച്ചു വാരി ആമേ സ്തോത്രം അത് കണ്ടു കിട്ടും അടിച്ചു വാരി ആമേ സ്തോത്രം ക്രമമില്ലാത്ത കിടന്നത് ക്രമപ്പെടുത്തി ആമേ സ്തോത്രം ഹല്ലേലൂയ. പല ജീവിതത്തിന്റെയും ക്രമത്തെറ്റലുകൾ ആമേ സ്തോത്രം ഹല്ലേലൂയ അവൾ തന്നെ ഒന്ന് പണിയുവാൻ തീരുമാനിച്ചു. അവൾ തന്നെ ഒന്ന് ആമേ സ്തോത്രം അടുക്കി അതിന്റെ ക്രമത്തിലേക്ക് കൊണ്ടുവരുവാൻ ആമേ സ്തോത്രം തീരുമാനിച്ചു. അത് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ക്രമം തെറ്റില്ലാകുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ആമേ സ്തോത്രം ഇന്ന് രാത്രി നമുക്കൊരു തീരുമാനമെടുക്കാം. ആമേ സ്തോത്രം ദൈവമേ ആമേ സ്തോത്രം ഹല്ലേലൂയ അവിടുത്തെ ആമേ സ്തോത്രം ആമേ പ്രകാശം എന്റെ ജീവിതത്തിലേക്ക് വരണമേ. ആമേ നഷ്ടപ്പെട്ടതിനെ ഒന്ന് മടക്കി പ്രാപിക്കുവാൻ എന്റെ ജീവിതത്തിൽ ക്രമം തെറ്റിക്കിടക്കുന്ന ആമേ മേഖലകളെ ഒന്ന് ക്രമീകരിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്കൊന്ന് ആമേ ആത്മതപനത്തോടെ ദൈവസന്നിധിയിൽ ഒന്ന് പറയാം. ആമേ സ്തോത്രം നമ്മെ ക്രമപ്പെടുത്തുന്ന നല്ല കർത്താവ് ആമേ നമ്മളെ പിന്നെയും ആമേ സ്തോത്രം ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുവാൻ ഇടയായി തീരും. ആമേ സ്തോത്രം നഷ്ടപ്പെട്ടു എന്ന് ബോധ്യമുള്ളവർ ആമേ സ്തോത്രം ദൈവസന്നിധിയിലേക്ക് ആമേ കടന്നു വന്ന് ആമേ സ്തോത്രം ക്രമപ്പെടുത്തിക്കൊണ്ട് ദൈവസന്നിധിയോട് അടുത്ത് വരുമ്പോൾ ആമേ നഷ്ടപ്പെട്ടതിനെ ആമേ മടക്കി തരുവാൻ അവൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേ സ്തോത്രം ഇവിടെ വീട് അടിച്ചു വാരി അത് കണ്ടു കിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിച്ചു. ആമേ സ്തോത്രം ആമേ കണ്ടു കിട്ടും വരെ ഹല്ലേലൂയ. ആമേ സ്തോത്രം മാറാല പിടിച്ച അനുഭവങ്ങളുണ്ട്. ആമേ സ്തോത്രം ക്രമം തെറ്റിക്കിടന്ന അനുഭവങ്ങളുണ്ട്. ആമേ എവിടേക്കാണ് ആമേ സ്തോത്രം ഈ ബ്രഹ്മ കളഞ്ഞു പോയത് എന്ന് അറിയത്തില്ല. ആമേ സ്തോത്രം ഹല്ലേലൂയ. ആമേ ദൈവം തന്ന താലന്തുകൾ ഏതു ഭാഗത്തേക്കാണ് ആമേ മാറിപ്പോയത് എന്ന് അറിയത്തില്ല. വാക്കുകളിലാണോ സംസാരത്തിലാണോ എന്റെ പ്രവൃത്തിയിലാണോ ആമേ ജീവിതത്തിലെ എന്റെ യാത്രയിലാണോ എപ്പോഴാണ് എവിടെ വെച്ചാണ് നഷ്ടപ്പെട്ടത് എന്ന് അറിയത്തില്ല. ഒന്ന് ക്രമപ്പെടുത്തിയെങ്കിൽ മാത്രമേ അവൻ അതിനെ കണ്ടുകിട്ടുവാൻ അവൻ വഴിയുള്ളൂ. ചിലത് ക്രമപ്പെടുത്തുവാൻ തയ്യാറാണെങ്കിൽ രാത്രിയിൽ നഷ്ടപ്പെട്ട ഭാഗത്തേക്ക് ഒന്ന് തിരഞ്ഞു നോക്കുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ കണ്ണിന് വെളിപ്പെട്ടു വരുന്ന ദൈവിക നന്മകൾ നഷ്ടപ്പെട്ടു പോയ ചിലത് നിന്റെ കണ്ണിന് മുൻപിൽ തെളിഞ്ഞു കാണുന്ന ദിവസങ്ങൾ വിദൂരമല്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. സൂക്ഷ്മതയോടെ അന്വേഷിച്ചു. ആമേൻ. സ്തോത്രം. എന്റെ ആമേൻ സ്തോത്രം ജന്മം നഷ്ടപ്പെട്ടത് എന്റെ സംസാരത്തിലൂടെയാണോ? അത് എന്റെ പ്രവൃത്തികളിലൂടെയാണോ? ആമേൻ. സ്തോത്രം. എന്റെ പോക്കുവരവുകളിലൂടെയാണോ? എന്റെ കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണോ? ആമേൻ. സ്തോത്രം. അവൾ ചിന്തിക്കുവാൻ തുടങ്ങി. അവൾ സൂക്ഷ്മതയോടെ ആമേൻ. സ്തോത്രം ഇതിനെ ആമേൻ. സ്തോത്രം ഒന്ന് അനലൈസ് ചെയ്യുവാനിടയായി. ഒന്ന് ആമേൻ. സ്തോത്രം ആമേൻ നോക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. അവൾ സൂക്ഷ്മതയോടെ അന്വേഷിച്ചപ്പോൾ ആമേൻ. സ്തോത്രം അവൾക്ക് അവളുടെ കണ്ണിന് അത് വെളിപ്പെടുവാനിടയായി. ആ കണ്ണിന് അത് വെളിപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അത് കണ്ടു കിട്ടി. അവൻ അന്വേഷിക്കാതിരിക്കുമ്പോൾ കണ്ടു കിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരത്തികളെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ബ്രഹ്മ കണ്ടു കിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിക്കുകയും ഒരു സന്തോഷത്തിലേക്ക് മറ്റുള്ളവരെ ആഹ്വാനം ചെയ്യുകയാണ്. പറയുന്നത് ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വിലയെ ദൈവവചനത്തിലൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഭാഗത്ത് പറയുവാനിടയായി തീർന്നു. സ്തോത്രം നമ്മുടെ നിത്യതയെ കുറിച്ച്. നമ്മുടെ നിത്യതയാണ് പ്രാധാന്യം. ലോക
ലോകത്തിന്റെ മുമ്പിൽ അവൻ മറ്റുള്ളതെല്ലാം അവൻ സ്തോത്രം ഹല്ലേലൂയ ഇവിടം കൊണ്ട് തീരുന്നതാണ്. അവൻ സ്തോത്രം ഇവിടുത്തെ അനുഗ്രഹങ്ങള് അവൻ സ്തോത്രം നന്മകള് അവൻ സൗഖ്യങ്ങള് എല്ലാം നാം ഇവിടെ കളഞ്ഞിട്ട് പോകുന്നതാണ്. മറിച്ച് അവൻ സ്തോത്രം നമ്മുടെ ആത്മാവ് സ്വർഗരാജ്യത്തിന്റെ അവകാശിയാകും. അവൻ ഈ ശരീരം പോലും നാം നിത്യതയിൽ കൊണ്ടുപോകുന്നില്ല. അവൻ സ്തോത്രം അവൻ നമ്മുടെ ആത്മാവ് അവൻ സ്തോത്രം നിത്യജീവനിലേക്ക് കടക്കുവാൻ അതിന് മാത്രമേ അവൻ യോഗ്യതയുള്ളൂ. അവൻ സ്തോത്രം നമ്മുടെ ശരീരം ഈ ശരീരമല്ല നമ്മൾ അവൻ നിത്യതയിൽ കടന്നു പോകുന്നത്. അവൻ സ്തോത്രം രൂപാന്തര ശരീരങ്ങളായിട്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ സ്തോത്രം നമ്മൾ അധികം ഉറപ്പാക്കേണ്ടത് അവൻ നമ്മുടെ നിത്യതയെ വെച്ച് കേവലം 80 അവൻ സ്തോത്രം ഹല്ലേലൂയ അവൻ സ്തോത്രം 70 80 ആയുസ് മാത്രം ഈ ഭൂമിയിലായിരിക്കുന്ന അവൻ നാം അവൻ അതിന് വളരെ പ്രാധാന്യം കൊടുത്ത് നിത്യയുഗങ്ങൾ അവൻ സ്തോത്രം ദൈവത്തോടുള്ള സ്തോത്രം കൂടെയുള്ള വാസത്തെ നഷ്ടമാക്കി കളയരുതേ. അവൻ സ്തോത്രം നമുക്ക് ദൈവസന്നിധിയിൽ ഒന്നടുത്ത് വരാം. ഹല്ലേലൂയ. അവൻ എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് ദൈവം ചെയ്ത നഷ്ടമായിട്ടുണ്ടോ? ദൈവം തന്ന അവൻ രക്ഷക പദ്ധതി രക്ഷക അനുഭവം അവൻ രക്ഷയെ കുറിച്ചുള്ള ഉറപ്പ് നഷ്ടമായിട്ടുണ്ടോ? അവൻ സ്തോത്ര നിത്യതയെ കുറിച്ചുള്ള ദർശനം നഷ്ടമായിട്ടുണ്ടോ? രാത്രിയിൽ അവൻ സ്തോത്രം നാം ദൈവത്തോട് ഒന്ന് അടുത്ത് വരാം. ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ സ്തോത്രം ഒന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടോ? ഞാൻ അത് അറിയാതെ ഇരിക്കുകയാണോ? അവൻ സ്തോത്രം അവൻ മറ്റു പലതിനും വേണ്ടി ഞാൻ ഓടി അവൻ സ്തോത്രം എന്റെ നിത്യത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം 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 സ്തോത്രം. ദൈവം പകർന്ന കൃപകൾ അവൻ എന്റെ കയ്യിൽ നിന്ന് നഷ്ടമായിട്ടുണ്ടോ? ദൈവം അവൻ കാണിച്ചു തന്ന ആത്മീയ വെളിപ്പാടുകൾ എന്റെ കയ്യിൽ നിന്ന് നഷ്ടമായിട്ടുണ്ടോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് അവൻ സ്തോത്രം ഹല്ലേലൂയ അവൻ മടങ്ങി വന്ന അവൻ സ്തോത്രം ശിംശോനെ നമുക്കറിയാം. ഹല്ലേലൂയ. അവൻ സ്തോത്രം ഹല്ലേലൂയ അവൻ ദാവീദ് ക്ഷേത്രത്തിൽ അവൻ സ്തോത്രം ബന്ധിക്കപ്പെട്ടവനായി കിടന്ന അവൻ സ്തോത്രം അവൻ സ്തോത്രം അവൻ ശിംശോൻ അവൻ സ്തോത്രം ദൈവത്തോട് നിലവിളിക്കുകയാണ്. അവൻ സ്തോത്രം ദൈവമേ അവൻ സ്തോത്രം ആ ശക്തി ഒന്ന് മടക്കി തരണമേ. ആ ശക്തി ഒന്ന് മടക്കി തരണമേ. മടക്കി തരണമേ. ആ ശക്തി ഒന്ന് മടക്കി തരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ ശിംശോൻ അവൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ അതുകൊണ്ട് അവന്റെ ചരിത്രം അവസാനിച്ചിരുന്നുവെങ്കിൽ അവൻ സ്തോത്രം നിത്യതയെ അവന് നഷ്ടപ്പെടുമായിരുന്നു. എന്നാൽ ദൈവത്തോട് ഉറച്ച നിലവിളിയോടെ ആ ശക്തി ഒന്ന് മടക്കി വേണം. ആ ആത്മശക്തി എനിക്കൊന്ന് മടക്കി വേണം. അവൻ സ്തോത്രം അവൻ ഫിലിസ്ത്യരെ എതിർത്ത് തോൽപ്പിക്കുന്ന ആ ശക്തിയിലേക്ക് എന്നെ മടക്കി കൊണ്ടുവരണം. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സ്തോത്രം പ്രാർത്ഥിച്ചു മുന്നേറുവാൻ കഴിഞ്ഞതുപോലെ ഈ കാലങ്ങളിൽ പ്രാർത്ഥിച്ചു മുന്നേറുവാൻ കഴിയുന്നില്ലെങ്കിൽ എവിടെയോ നിന്റെ ശക്തി ചോർന്നു പോയിരിക്കും. അവൻ ഫെലിസ്ത്യരോട് അവൻ സ്തോത്രം അവൻ യുദ്ധം ചെയ്ത് പലപ്പോഴും വിജയം പ്രാപിച്ചിട്ടുള്ളവനാ. പക്ഷേ അവൻ സ്തോത്രം ഹല്ലേലൂയ നിന്റെ ജീവിത മേഖലകളിൽ അവൻ സ്തോത്രം ഹല്ലേലൂയ ശത്രുവിന്റെ മുന്നിൽ പരാജയമാണെന്ന് അവന്റെ ശക്തി നഷ്ടപ്പെട്ടു പോയി. അവൻ സ്തോത്രം അവൻ ശിംശോനെന്ന് മനസ്സിലാക്കി അവൻ എന്റെ ശക്തി നഷ്ടപ്പെട്ടു പോയി. അവൻ സ്തോത്രം എന്റെ ശക്തി നഷ്ടപ്പെട്ടു പോയി. അവൻ ദൈവമേ ഒന്ന് മടക്കി തരണം.
ഫിലിസ്തീനമേൽ ആമേൻ സ്തോത്രം ആമേൻ ഒരു വിജയം നേടുവാൻ ആ ശക്തി ഒന്ന് മടക്കി തരണം. ഹല്ലേലൂയ. അവൻ ആമേൻ സ്തോത്രം അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ശക്തി അവന്റെ മേൽ വരുവാനിടയായി. ഹല്ലേലൂയ. അവന്റെ ജീവിതകാലത്ത് കൊന്നതിലും അധികം ആമേൻ സ്തോത്രം ഫിലിസ്തരെ ആമേൻ സ്തോത്രം ആമേൻ പിന്നത്തേതിൽ അവൻ കൊല്ലുവാനിടയായി. ആ കൂട്ടത്തിലും ശിംശോനും മരിച്ചുവെങ്കിലും എബ്രായ ലേഖനം എഴുതുവാനിടയായി തീർന്നു. അവിശ്വാസം വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ അവിശ്വാസം ശിംശോനെ അവിശ്വാസം നഷ്ടപ്പെട്ടത് പോയി എന്ന് അവിശ്വാസം ദുഃഖിച്ചിരിക്കുകയാണ്. അവിശ്വാസം മടക്കി തരുവാൻ ദൈവം ശക്തന, ദൈവം ശക്തന. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നെടുവേർപ്പെടുവാനല്ല, മറിച്ച് അവൻ ദൈവത്തോട് ആത്മതപനം ചെയ്ത് മടക്കി പ്രാപിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. അവിശ്വാസം അതിനുവേണ്ടി നമുക്ക് തീരുമാനമെടുത്ത് മുൻപോട്ട് യാത്ര ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമയാനുവദിച്ച കർത്താവിന്റെ ദാസനോട് നമ്മെ അറിയിച്ചു. നമ്മൾ കർത്താവിന് കർത്താവിന്റെ ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറയുന്ന ഒരു വാക്യം നമ്മൾ കേൾക്കുവാനിടയായിരുന്നു. അതിനുശേഷം നമ്മൾ കേട്ടു നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി തരുന്ന ഒരു ദൈവത്തിന്റെ അല്ലെങ്കിൽ അത് അത് നഷ്ടപ്പെട്ടു പോയി നമ്മൾ എങ്ങനെ മടക്കിയെടുക്കണം മഹത്വത്തെ കുറിച്ച് നമ്മൾ കേൾക്കുവാനിടയായിരുന്നു. ഇന്ന് രാത്രികാലം 5 മിനിറ്റ് നമുക്ക് ദൈവസന്നിധി പിന്നെയും ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വിശ്വച്ചാൽ ഇന്ന് രാത്രികാലം എടുത്ത ആ കുറിവാക്കി അതിനെ വളരെ ഇവിടെ ഇരുന്നപ്പോൾ സ്പർശിച്ചു. കാര്യം ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറയുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ്. ആയുസ്സിനെ തന്ന, അല്ലെങ്കിൽ നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ ആയുസ്സിനെ എഴുതി വെച്ച ദൈവത്തെ ആ ആയുസ്സിനെ ദീർഘമാക്കാതെ ദുഷ്ടൻ അതിനെ ഇടയിൽ വെച്ച് തകർത്ത് കളയാൻ തന്ത്രങ്ങൾ ഉപയോഗിച്ച സ്ഥാനത്ത് നിന്ന് വിടുവിച്ച് പിന്നെയും അവനെ പുറത്തു കൊണ്ടുവന്നപ്പോൾ ആ ദൈവത്തിന് നന്ദി പറയുന്ന ഒരു സങ്കീർത്തന ഭാഗം നമ്മൾ അവിടെ വായിച്ചു. 68-19 വാക്യം വായിക്കാമോ? നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾത്തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന പദം നിങ്ങൾ ശ്രദ്ധിച്ചോണേ. നമ്മുടെ രക്ഷയാകുന്ന ദൈവം ദൈവമായി നാൾത്തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം. രാത്രികാലം മനസ്സിലാക്കിക്കോ, നാൾത്തോറും ഒരു ദിവസമല്ല, ഒരു മണിക്കൂറല്ല, ഒരു വർഷമല്ല, നാൾത്തോറും ദിനം പ്രതി ഓരോ നിമിഷവും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നു. നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിന് നന്ദി പറയുന്ന ഒരു സങ്കീർത്തനമാണ്. നമുക്കറിയാം, അവിടെ കാണുന്ന ആ സങ്കീർത്തനം എഴുതിയത് ആരാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ആ സങ്കീർത്തനം എഴുതിയത് ദാവീദാണ്. കാട്ടിൽ അകപ്പെട്ട് കിടന്ന ഒരു സമയമുണ്ടായിരുന്നു. ഗുഹയിൽ അകപ്പെട്ട് കിടന്ന ഒരു സമയമുണ്ടായിരുന്നു. കുന്തത്തിന്റെ മുൻപിൽ മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. വാളിന്റെ മുൻപിൽ നിൽക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇതെല്ലാം ഈ സമയങ്ങളിലെല്ലാം ഈ മനുഷ്യനെ രക്ഷിച്ചു വിടുവിച്ചു പുറത്തു കൊണ്ടുവന്നപ്പോൾ ആ മനുഷ്യൻ ദൈവത്തിന് നന്ദി പറയുന്ന ഒരു സങ്കീർത്തനമാണ് ഇന്ന് രാത്രികാലം. ഇന്ന് രാത്രികാലം ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുകുട്ടി ആവാന വൃത്തത്തിനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കാരണമുണ്ട്. ഓരോ നിമിഷവും അവൻ നമ്മുടെ ജീവിതത്തിൽ നടത്തിയ നമുക്ക് തന്ന വിടുതലുകളെ ഓർക്കുമ്പോൾ, നമ്മളെ താങ്ങിയത് ഓർക്കുമ്പോൾ, നമ്മളെ കരുതിയത് ഓർക്കുമ്പോൾ ആ ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയുന്നു. പല വിധമായിരിക്കുന്ന മേഖലയിൽ കൂടെ ആയിരിക്കും നമ്മളെ ഓരോരുത്തരെയും കർത്താവ് വിടുവിച്ചു. ഓരോ
ഓരോരുത്തരെയും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ജീവിതത്തിൽ ദൈവം വിടുവിച്ച വിടുതലുകൾ ഓരോ വ്യത്യസ്ത മേഖലകളിലായിരുന്നു. ആമേൻ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആമേൻ അല്ലെങ്കിൽ രോഗത്തിലായിരിക്കാം, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അപകടങ്ങളിലായിരിക്കുക. ഇങ്ങനെ പലവിധമായിരിക്കുന്ന ഓരോ പ്രതിസന്ധികൾ ദുഷ്ടൻ കൊണ്ടുവന്ന് നമ്മളെ തകർത്ത് കളയേണ്ട ഓരോ പ്രതിസന്ധികളുടെയും ആമേൻ മധ്യത്തിൽ നിന്ന് അവൻ നമ്മളെ എന്ത് ചെയ്തു? താങ്ങി നിർത്തുവാനിടയായി തീർന്നു. അവൻ നമ്മളെ സംരക്ഷിച്ചു നിർത്തുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് നമ്മൾ ഇന്ന് രാത്രികാലം മഹത്വപ്പെടുത്തുന്നത്. ഇന്ന് രാത്രികാലം നമ്മൾ അടങ്ങിയിരിക്കാനല്ല, അവനെ മഹത്വപ്പെടുത്താനാണ് വന്നത്. അടുത്ത വാക്യത്തിന്റെ ആമേൻ ഹല്ലേലൂയ 20-ാം വാക്യത്തിൽ ആമേൻ ഹല്ലേലൂയ ആൺകണ്ണികയോട് വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് മരണത്തിൽ നിന്നും ഒന്ന് വായിച്ചു. ദൈവം നമുക്ക് ഉദാഹരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ഇവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യന് പോലും ആമേൻ ദൈവത്തെ മഹത്വപ്പെടുത്താതെ ഇരിക്കാൻ കഴിയത്തില്ല. മരണകരമാകുന്ന പലവിധമായിരിക്കുന്ന പ്രതികൂലത്തിൽ കൂടി നടന്നുപോയ ഓരോ വ്യക്തികളും ഇന്ന് രാത്രികാലം അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. കാരണം എന്റെ ദൈവം മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. എന്റെ ദൈവം മരണ ആമേൻ ഭാഷങ്ങളെ തകർത്തു കളയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ആമേൻ ഒരു പാട്ടോടെ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ആമേൻ ഹല്ലേലൂയ. അവിടെ ആമേൻ ദുഃഖത്തിലല്ല, ആമേൻ പ്രയാസത്തിലല്ല, ആമേൻ സങ്കീർത്തനക്കാരൻ ദൈവത്തെ ഒരു പാട്ടായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു പാട്ടെന്ന് പറയുമ്പോൾ എന്താ? ആരാധനയാണ് അവിടെ കാണുന്നത്. ഹല്ലേലൂയ. ആമേൻ പാട്ടോടുകൂടി സംഗീതത്തോടുകൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ആമേൻ എന്താണ് നമ്മൾ അവിടെ കാണേണ്ടത്? ആമേൻ ദൈവത്തെ ആമേൻ ശക്തിയോടെ ആമേൻ കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. എന്താ കാരണം എന്നറിയാമോ? ആമേൻ ഹല്ലേലൂയ. പ്രതികൂലങ്ങളുടെ നടുവിൽ തന്നെ താങ്ങിയ ദൈവം, ആമേൻ മരണത്തിൽ തന്നെ വിടുവിച്ച ദൈവം. ഹല്ലേലൂയ. കണ്ടോ? ആമേൻ ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഭക്തന്മാർ ദൈവത്തിന്റെ മഹത്വം അനുഭവിച്ച പ്രവൃത്തികൾ അതിൽ കണ്ട ആമേൻ വിടുതലുകൾ അനുഭവിച്ച ദൈവത്തിന്റെ ഭക്തന്മാർ എഴുതിയ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ വചനമാണിത്. ഹല്ലേലൂയ. ഈ വചനം ആമേൻ നമ്മളെയും ആമേൻ ഹല്ലേലൂയ അത് ക്രിയയെയും അതും ആമേൻ നമ്മുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വന്നതാണ്. നമ്മൾ ഓരോരുത്തരും ഇതിനകത്ത് ഓരോ വ്യക്തികളും അനുഭവിച്ച ഓരോ പ്രതികൂലങ്ങളുടെ നടുവിലും ആമേൻ നമ്മളെ വിടുവിച്ച ദൈവമാണ്. ഓരോ നാളിലും നമ്മുടെ ഭാരങ്ങളെ ആദ്യം പാടിയ പാട്ട് അത് തന്നെ. എത്ര പ്രയാസങ്ങൾ കടന്നു വന്നാലും പ്രതികൂലങ്ങൾ കടന്നാലും ഇതൊന്നും എനിക്ക് സാരമില്ല, ഞാനിതൊന്നും ഭാരമായി എണ്ണുന്നില്ല, എനിക്കിതൊന്നും സാരമില്ല. കാരണം അവൻ എന്നെ താങ്ങുവാൻ ഒരു ദൈവമുണ്ട്, എന്നെ കരുതാൻ ഒരു ദൈവമുണ്ട്, അവൻ എന്നെ അവൻ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്കിതൊന്നും അവൻ ഹല്ലേലൂയ സാരമില്ല. അവൻ ഹല്ലേലൂയ ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ ഞാൻ പതറിപ്പോകത്തില്ല. കാരണം എന്നെ താങ്ങാൻ ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രികാലം അവൻ ആ ദൈവത്തെ നമ്മൾ അവൻ നിസ്സാരമായി കാണരുത്. ആ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ അവൻ എത്രത്തോളം അവൻ ശക്തിയോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാൻ കഴിയും, അത്രത്തോളം ശക്തിയോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഞാൻ സംഗീതത്തോടെ കർത്താവിനെ കഴിയും, അവൻ ഞാൻ പാട്ടോടെ കർത്താവിനെ ആരാധിക്കുകയാണ്. അവൻ എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല, എനിക്ക് മൗനമായിരിക്കാൻ കഴിയത്തില്ല, അവൻ എനിക്ക് മാറി നിൽക്കാൻ കഴിയത്തില്ല. കാരണം അവൻ എന്റെ ഭാരങ്ങളിൽ എന്റെ പ്രയാസങ്ങളിൽ എന്നെ കരം പിടിച്ച് താങ്ങി നിർത്തിയ ദൈവമുണ്ട്. അവൻ അതിനേക്കാളും അപ്പുറമായ അവൻ എന്നെ ശത്രു മരണത്തിലേക്ക് തള്ളിവിടാൻ അവൻ ഹല്ലേലൂയ പദ്ധതി ഇട്ടപ്പോൾ അവൻ എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ച ദൈവമുണ്ടെന്ന് അടങ്ങിയിരിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. അവൻ എവിടെ ഇരിക്കുന്ന വേവിച്ചാൽ അത് ചോദിച്ചാൽ വേവിച്ചാൽ പറയും അവൻ ഞാൻ അടങ്ങിയിരിക്കത്തില്ല. കാരണം അവൻ കഴിഞ്ഞ വർഷം അവൻ ഹല്ലേലൂയ ഞാൻ ഏകദേശം 1.5 മാസക്കാലം അവൻ ഞാൻ അനുഭവിച്ച കഷ്ടത അവൻ ശത്രുവിന്റെ മരണത്തിലേക്ക് തള്ളിവിടാൻ അവൻ തള്ളി അവൻ എന്നെ മരണത്തിന്റെ വക്കിലേക്ക് കൊണ്ടുപോയ സ്ഥാനത്തു നിന്ന് ആ മരണത്തിന്റെ വക്കിൽ നിന്ന് തന്നെ വിടുവിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ എനിക്ക് ആരാധിക്കാതിരിക്കാൻ കഴിയത്തില്ല എന്ന് അവൻ വേവിച്ചാനോട് ചോദിച്ചാൽ വേവിച്ചാൻ പറയും.
ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും ആമേൻ ദേശനായി ചോദിച്ചാൽ അവർ പറയും ആമേൻ എനിക്ക് അടങ്ങ ഇരിക്കാൻ കഴിയത്തില്ല. ആമേൻ വിശ്വാസനോട് നിങ്ങൾ ചോദിച്ചു നോക്കാം. ആമേൻ ഹല്ലേലൂയ. ആമേൻ എത്രയോ പേർ ആമേൻ രക്തത്തിന്റെ അളവ് കുറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് ആമേൻ മാറിപ്പോയപ്പോ, എത്രയോ പേർ ഭൂമിയിൽ നിന്ന് ആമേൻ മൺമറഞ്ഞ് മാറിപ്പോയപ്പോ, മണ്ണോട് മണ്ണായി മാറിയപ്പോ ആമേൻ സ്വർഗത്തിലെ ദൈവം ആമേൻ ഹല്ലേലൂയ ആ മരണത്തിന്റെ വക്കിൽ നിന്നും ആമേൻ പുറത്തു കൊണ്ടുവന്ന് പിന്നെയും ദൈവത്തെ മഹത്വപ്പെടുത്താൻ പിന്നെയും ആരോഗ്യത്തോടെ നിർത്തിയെങ്കിൽ അവൻ ഇന്ന് രാത്രികാലം ഞാനും സങ്കീർത്തനക്കാരോട് ചേർന്ന് ദൈവത്തെ പാടി നന്ദി പറയുകയാണ്. ഈ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ ഈ കുഞ്ഞുങ്ങൾ പറയും ഹല്ലേലൂയ ആമേൻ ഞങ്ങൾക്ക് ആരോഗ്യമില്ല, ഞങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള ബലമില്ല, ഞങ്ങൾ അതിനു വേണ്ടിയുള്ള പോഷക ആഹാരങ്ങളൊന്നും കഴിക്കുന്നില്ല. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ആമേൻ അതിന് പലവിധമായിരിക്കുന്ന രോഗങ്ങൾ ഞങ്ങളെ പിടിച്ചിട്ടുണ്ട്, പലവിധമായ പ്രതിസന്ധികളിൽ കൂടി ഞങ്ങൾ കടന്നുപോയി. പക്ഷേ ആമേൻ ആ സമയത്തും ആമേൻ ശത്രു ഞങ്ങളെ തകർത്തു കളയാതെ, ശത്രു ഞങ്ങളെ മരണത്തിലേക്ക് ആമേൻ തള്ളിവിടാതെ, ആമേൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഞങ്ങളെ പിടിച്ച് ആമേൻ മരണത്തിൽ ഞങ്ങളെ വിടുവിച്ച് വേർപിടിപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന ദൈവമുണ്ടെന്ന് ചോദിച്ചാൽ പറയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അതേ ആ സങ്കീർത്തനക്കാരോട് ചേർന്ന് ആമേൻ നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. എങ്ങനെ മഹത്വപ്പെടുത്താം? പാടി സന്തോഷത്തോടെ നന്ദിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഇന്ന് രാത്രികാലം അതേ രണ്ടാമത് നമ്മൾ കേട്ട അനുഗ്രഹിക്കപ്പെട്ട വചനം ആമേൻ ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയതിനെ ആമേൻ എങ്ങനെ മടക്കിയെടുക്കാൻ കഴിയും? എങ്ങനെ മടക്കിയെടുക്കാൻ കഴിയും നഷ്ടപ്പെട്ടു പോയതിനെ? ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ ഇരുട്ടിന്റെ മണ്ഡലത്തിലേക്ക് ഹല്ലേലൂയ ശത്രു ആമേൻ ഹല്ലേലൂയ ആമേൻ മാറ്റിക്കളഞ്ഞ മേഖലകളെ ആമേൻ എങ്ങനെ ആമേൻ അത് ആമേൻ നഷ്ടപ്പെട്ടു പോയ ഇരുട്ടിന്റെ മണ്ഡലങ്ങളിലായി എങ്ങനെ പുറത്തു കൊണ്ടുവരാൻ കഴിയും? അവൻ ഇവിടെ ഹല്ലേലൂയ കർത്താവ് പറയുന്നു ഇരുട്ടിലായിരുന്ന ജനം അവൻ വലിയൊരു വെളിച്ചത്തെ കാണുവാനിടയായിട്ടുണ്ട്. വെളിച്ചം അടക്കാറിലേക്ക് വന്നപ്പോൾ അവൻ വലിയൊരു വെളിച്ചത്തിലേക്ക് അവൻ ഇരുട്ടിരുന്നവൻ പുറത്തു വരുവാനിടയായിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയതിനെ ക്രിസ്തുവിന്റെ സാന്നിധ്യം അകത്തളങ്ങളിൽ വന്നപ്പോൾ നഷ്ടപ്പെട്ടു പോയത് പുറത്തു വരുവാനിടയായിട്ടുണ്ട്. അതിനെ കണ്ടുപിടിക്കുവാനിടയായിട്ടുണ്ട്. അതെ ഹല്ലേലൂയ വിളക്ക് കത്തിക്കുവാനിടയായിട്ടുണ്ട്. അവൻ ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോയെങ്കിൽ അതിനെ വീണ്ടെടുക്കുവാൻ എന്ത് ചെയ്യണം? നമ്മൾ വിളക്ക് കത്തിക്കണം. വിളക്ക് കത്തിക്കാൻ എന്ത് വേണം? എണ്ണ വേണം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്നലെ രാത്രികാലം ഞാൻ ആമേൻ ദൈവത്തിന്റെ ആമേൻ വചനം സംസാരിക്കുമ്പോൾ ആമേൻ ദൂതുകൾ സംസാരിക്കുമ്പോൾ ഈ ഒരു വാക്യം എന്റെ ഹൃദയത്തിനകത്ത് വരാനിടയായി. ആമേൻ എനിക്ക് ആമേൻ അവിടെ സംസാരിക്കുമ്പോൾ ആമേൻ ആരുടെയൊക്കെയോ ഹൃദയങ്ങളിൽ നിന്നോ ആരുടെയൊക്കെയോ ജീവിതത്തിൽ നിന്നോ ആമേൻ ഹല്ലേലൂയ ദൈവം കൊടുത്തത് നഷ്ടപ്പെട്ടു പോയി എന്ന് അകത്തളങ്ങളിൽ പറയുമ്പോൾ അവൻ പെട്ടെന്ന് ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ആമേൻ ഹല്ലേലൂയ ദൂത് വിളിച്ചു പറയുക ആമേൻ ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോയതിനെ മടക്കിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിളക്ക് കത്തിക്കണം. വിളക്ക് കത്തിക്കണം എന്ത് വേണം? എണ്ണ വേണം. ഹല്ലേലൂയ. വിളക്ക് കൊണ്ട് മാത്രം നമ്മൾ നിന്നിട്ട് കാര്യമില്ല. യേശുവിന്റെ നാമത്തിൽ ഈ വിളക്കിനകത്തളങ്ങളിൽ ഒരു തിരിയുണ്ട്. ആമേൻ ആ തിരി എന്ത് ചെയ്യണം? ആമേൻ കറക്റ്റ് ആയിട്ട് ഇടണം. ഹല്ലേലൂയ. അതിനകത്തളങ്ങളിൽ കരിന്തിരി ഉണ്ടെങ്കിൽ അത് മുറിച്ചു മാറ്റി കളയണം. ഹല്ലേലൂയ. എന്നിട്ട് ആമേൻ ഈ വിളക്കിലേക്ക് എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആമേൻ ഇതിനകത്തളങ്ങളിലേക്ക് ആമേൻ ഒരു തീജാല കൊളുത്തുമ്പോൾ ഇത് ആളിൽ കത്താനിടയായി തീരും. ആമേൻ. അപ്പോൾ അഭിഷേകം ആമേൻ നമ്മുടെ മേൽ വേണം. ഹല്ലേലൂയ. അഭിഷേകം ഉള്ളിനകത്തളങ്ങളിൽ കത്തുമ്പോൾ ആമേൻ നഷ്ടപ്പെട്ടു പോയതിനെ സ്വർഗ്ഗം വെളിപ്പെടുത്തി തരും. ആമേൻ സ്വർഗ്ഗം അതിനെ മടക്കി തരാനിടയായി തീരും. ഹല്ലേലൂയ. അനുഗ്രഹമായിരിക്കുന്ന ഈ ദൂതാണ് രണ്ടാമത് നമുക്ക് തന്നത്. ഇതിനകത്തളങ്ങളിലുമായിരിക്കുന്നവരുടെ ഹൃദയത്തിനകത്തളങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് ചിലത് കാണും. നഷ്ടപ്പെട്ടു പോയത് ചിലത് കാണും. അത് എന്നെയും കൂടെ അതിൽ ഉൾപ്പെടുത്തി പറയുക. നഷ്ടപ്പെട്ടു പോയത് ചിലത് കാണും. ഹല്ലേലൂയ. അതിനെ എന്ത് ചെയ്യണം? വീണ്ടെടുക്കണമെങ്കിൽ ഹല്ലേലൂയ വിളക്ക് നമ്മൾ എന്ത് ചെയ്യണം? യേശുവിന്റെ നാമത്തിൽ ആ വിളക്ക് കത്തിക്കുന്നത് എങ്ങനെയാണ്? അത് ആരാധനയിൽ കൂടെയാണ് കത്തുന്നത്. ഹല്ലേലൂയ. അത് ആരാധനയിൽ കൂടെയാണ് വിളക്ക് കത്തുന്നത്. അകത്തളങ്ങളിൽ ആത്മാവിന്റെ സാന്നിധ്യം കത്തുന്നത് ആരാധനയിലാണ്. ആ വിളക്കിനെ നമ്മൾ സ്വയം കത്തിക്കേണ്ടതാണ്. അത് നമ്മൾ സ്വയം കത്തിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയതിനെ നമുക്ക് എന്ത് ചെയ്യും? ആമേൻ കണ്ടെടുക്കാൻ കഴിയും. അതിനെ വീണ്ടെടുക്കാൻ കഴിയും. ആമേൻ അനുഗ്രഹമായിരിക്കുന്നത് ആമേൻ ഹല്ലേലൂയ. ഫ്രണ്ട്സ് മോർണിംഗ് കൂടി നമുക്ക് കേൾക്കുവാനിടയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ എല്ലാം വലിയ അനുഗ്രഹമായി മാറി. ഇന്നത്തെ മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു വലിയ വ്യത്യസ്ത നിലവാരത്തിൽ കൊണ്ടുപോകുന്നതിനായി എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദേവിച്ചാൻ മുൻപോട്ട്